Good morning. Okay, ഇവിടെ ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീൻ ഓക്കെ അല്ലേ? അനഖ ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ ഷെയർ ചെയ്തേക്കുന്നത്? ഓക്കെ, ഗുഡ് മോർണിംഗ്. ഞാൻ ചോദിച്ചത് ഇവിടെ ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീൻ ഓക്കെ ആണോ? ഓക്കെ ആണോ? യെസ്, ഓക്കെ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ? അതിനകത്ത് ഏതൊക്കെയാണ്? ഡയറക്റ്റ് നമ്മളെ എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ്, അതില് നമ്മള് ഡയറക്റ്റ് മെത്തേഡ് പറഞ്ഞു, ഇൻഡയറക്റ്റ് മെത്തേഡ് പറഞ്ഞു, അടുത്തത് മൂന്നാമത്തെ തേർഡ് പാർട്ടി മെത്തേഡ്സ് ആണ് അല്ലെ? തേർഡ് പാർട്ടി മെത്തേഡ്സിൽ ഏതൊക്കെ പറഞ്ഞത്? പ്രൈവറ്റ് എംപ്ലോയ്മെന്റ് ഏജൻസീസ്, രണ്ടാമത്തെ സ്റ്റേറ്റ് ഓർ പബ്ലിക് എംപ്ലോയ്മെന്റ് ഏജൻസീസ്, ദെൻ അടുത്തത് സ്കൂൾ കോളേജസ് ആൻഡ് പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ദെൻ നാലാമത്തെ പ്രൊഫഷണൽ ഓർഗനൈസേഷൻസ്, ദെൻ അഞ്ചാമത്തെ ട്രേഡ് യൂണിയൻ, ദെൻ ആറാമത്തെ പറഞ്ഞത് കാഷ്വൽ ലേബർ ഓർ ആപ്ലിക്കന്റ് അറ്റ് ദ ഗേറ്റ്. ഇത്രയല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്? ഓക്കെ അല്ലേ? നെക്സ്റ്റ് ഓക്കെ ആണോ? 6 കംപ്ലീറ്റ് ആയി നമ്മള് അല്ലേ? 6th പോയിന്റ് വരെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. ഓക്കെ ആണോ? ഒന്ന് തമ്മിട്ട് തരുമോ? ഇവിടെ വരെ അല്ലേ പറഞ്ഞത്? 6ാമത്തെ പോയിന്റും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. യെസ്, ഓക്കെ, വെരി ഗുഡ്. ഇനി നെക്സ്റ്റ് നോക്കിയേ. അപ്പൊ ഇതെല്ലാം നമ്മൾ ഏതിനകത്ത് പറയുന്നതാണ്? ഏതിനകത്ത് വരുന്ന? എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്. എക്സ്റ്റേണൽ സോഴ്സിൽ നമ്മുടെ തേർഡ് പാർട്ടി മെത്തേഡിൽ വരുന്നതാണ്. നെക്സ്റ്റ് അടുത്തത് നോക്കിയേ, അൺകൺസോളിഡേറ്റഡ് ആപ്ലിക്കേഷൻസ്. അൺകൺസോളിഡേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഏകീകരിക്കാത്ത. അതായത് ചില ജോലികള് റിസ്ക് വർക്കായിരിക്കും, ചില ജോലി റിസ്ക് ജോലിയായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളതിലേക്ക് നമ്മൾ കുറച്ച് കാൻഡിഡേറ്റ്സ് മാത്രമേ അപ്ലൈ ചെയ്യുള്ളൂ അല്ലെ? അതായത് നോക്കിയേ, there are certain jobs post for which a small number of candidates apply. കുറച്ച് നമ്പർ മാത്രമേ ചില പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുള്ളൂ. ഇനി ജോബ് വേക്കൻസി വന്നു കഴിഞ്ഞാൽ ചില പോസ്റ്റിൽ കുറച്ച് കാൻഡിഡേറ്റ്സ് മാത്രമേ അപ്ലൈ ചെയ്യുള്ളൂ. എന്തുകൊണ്ടാ? റിസ്ക് വർക്ക് കാരണം. ഒത്തിരി റിസ്ക് ആയിട്ടുള്ള ജോലിയാണെങ്കിൽ ഒരുപാട് പേരൊന്നും അതിലേക്ക് അപ്ലൈ ചെയ്യില്ല. അപ്പൊ നോക്കി, in such cases organization can search the application form of those candidates who have approached the organization for the vacancies available by their own effort. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താണ്? വോളണ്ടറി ഓർഗനൈസേഷൻ പറഞ്ഞില്ലായിരുന്നോ നമ്മള്? ജസ്റ്റ് ഓക്കെ, അത് നമ്മള് നെക്സ്റ്റ് പോയിന്റ് അല്ലേ വോളണ്ടറി വന്നത്? ഇല്ല, അതായത് ജി ആണ് കേട്ടോ. അത് നോക്കി, എഫ് കഴിഞ്ഞ് ജി എന്നുള്ളത് അവിടെ ബോൾഡ് ചെയ്തല്ല എഴുതിയേക്കുന്നത്. അതൊരു പോയിന്റ് ആണ് കേട്ടോ. ജി, കാഷ്വൽ ലേബർ ഓർ ആപ്ലിക്കൻസ് അറ്റ് ദ ഗേറ്റ് എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് അതിന്റെ താഴെ കണ്ടോ അൺകൺസോളിഡേറ്റഡ് ആപ്ലിക്കേഷൻ. അത് അടുത്ത് ജി എന്നുള്ള അടുത്ത പോയിന്റ് ആണ് കേട്ടോ. അത് ബോൾഡ് ചെയ്തിട്ടില്ല എന്നുള്ളൂ. ഓക്കെ, അത് അടുത്ത പോയിന്റ് ആണേ. അപ്പൊ നമ്മൾ പറഞ്ഞത് ചില ജോലികൾക്ക് കുറച്ച് ആപ്ലിക്കൻസ് മാത്രമേ അപ്ലൈ ചെയ്യുള്ളൂ. അതെങ്ങനെയുള്ള ജോലിയാണ്? റിസ്ക് വർക്കുള്ള ജോലി. ഒത്തിരി റിസ്ക് ഉള്ള ജോലിയിലേക്ക് ചിലപ്പോൾ കുറച്ച് പേര് മാത്രമേ അപ്ലൈ ചെയ്യുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോ എന്ത് ചെയ്യും? ഓർഗനൈസേഷൻ എന്ത് ചെയ്യും? ക്യാൻ സെർച്ച് ദ ആപ്ലിക്കേഷൻ ഫോം ഓഫ് ദോസ് കാൻഡിഡേറ്റ്സ് ഹു ഹാവ് അപ്രോച്ച്ഡ് ദ ഓർഗനൈസേഷൻ. ആ ജോലിയിലേക്ക് അവിടെ അപ്ലൈ ചെയ്തിട്ടില്ലേ? ആ അപ്ലൈ ചെയ്തിട്ടുള്ള അവരിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? അവർക്കുടെ ആപ്ലിക്കേഷൻ ഫോം സെർച്ച് ചെയ്തിട്ട് ആ ജോബ് വേക്കൻസി ഫില്ല് ചെയ്യാൻ അവർക്കുടെ ആ എഫേർട്ട് കൊണ്ട്. ശരിക്കും ഇപ്പൊ ഒരു റിസ്ക് വർക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പേര് മാത്രമേ അപ്ലൈ ചെയ്യുള്ളൂ. അപ്പൊ കമ്പനി എന്ത് ചെയ്യും? ഇപ്പൊ ചിലപ്പോ എന്താ ആ ഒരു പോസ്റ്റ് ചിലപ്പോ 2 പോസ്റ്റിലേക്ക് ചിലപ്പോ 5 or 6 പേരെ ആകെ അപ്ലൈ ചെയ്തിട്ടുണ്ടാവുള്ളൂ.
റിസ്ക് വർക്ക് കാരണം എല്ലാവരും ആ ജോലി ചെയ്യാൻ താല്പര്യം ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പൊ ആ ആപ്ലിക്കേഷൻസ് ഫോമിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഓർഗനൈസേഷൻ അവരെ സെലക്ട് ചെയ്യുന്നത്. Organization can search the application form of those candidates who have approached the organization for the available vacancies available by their own effort. അപ്പൊ അങ്ങനെ ആ അപ്ലൈ ചെയ്തിട്ടുള്ളവരിൽ നിന്നും എന്ത് ചെയ്യുന്നു, അവരെ സെലക്ട് ചെയ്യുന്നത്, ആ വേക്കൻസി ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ അടുത്തത് നോക്കിയേ, വോളണ്ടറി ഓർഗനൈസേഷൻ. സന്നദ്ധ സംഘടനകളുണ്ട്, വോളണ്ടറി ഓർഗനൈസേഷൻ. The organizations such as private club and the social organization might also supply employees like who are physically handicapped, widowed or married women, aged person, retired people. ഇനി ചില സന്നദ്ധ സംഘടനകളുണ്ട്, വോളണ്ടറി ഓർഗനൈസേഷൻ ഉണ്ട്, അവരെന്ത് ചെയ്യുന്നു, എംപ്ലോയീസിന് സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു സംഘടനയിൽ പെട്ട അവരുടെ ആ സംഘടനയിലുള്ള അംഗങ്ങളോ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അത് ഫിസിക്കലി ഹാൻഡിക്യാപ്റ്റഡ് ആയിട്ടുള്ളവര്, വിഡോകള്, വിധവകള്, പിന്നെ മാരീഡ് വുമൺ, കല്യാണം കഴിച്ച് ഇതുപോലെ ഹസ്ബൻഡിന് വരുന്ന ഇതൊക്കെ ഉള്ളതോ അങ്ങനെ എന്തെങ്കിലും ഉള്ള മാരീഡ് വുമൻ, ഏജ്ഡ് ആയിട്ടുള്ള വ്യക്തികള്, റിട്ടയർഡ് പീപ്പിൾ, ഇങ്ങനെയുള്ള എംപ്ലോയീസ്, ഇങ്ങനെയുള്ളവരെയും ചില സന്നദ്ധ സംഘടനകൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാണ് കമ്പ്യൂട്ടർ ഡേറ്റ ബാങ്ക്സ് എന്ന് പറയുന്നത്. അതായത് നോക്കിയേ, when the company needs the specific type of employee, job description and job specification are uploaded into the computer, which they are matched with the resume data stored there. അതായത് ഈ കമ്പനിയിലെ ചിലപ്പോ എംപ്ലോയീസിന്റെ ഒക്കെ ആണെങ്കിലും എന്തോ ഒരു വേക്കൻസി ഒരു ജോബ് വേക്കൻസി നമുക്ക് വരികയാണ്. അപ്പൊ അവിടെ നിലവിലുള്ള എംപ്ലോയീസിന്റെ റെസ്യൂം കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും അല്ലെ, അവർക്കുടെ ബയോഡാറ്റ അല്ലെങ്കിൽ റെസ്യൂം സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അപ്പോ ഏത് വേക്കൻസിയാ വരുന്നതെന്ന് നോക്കാം. അപ്പൊ അതിന്റെ ജോലിയുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് ജോബ് സ്പെസിഫിക്കേഷൻ, ജോലിയുടെ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ജോലിയുടെ വ്യവസ്ഥ, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ നമുക്ക് എന്താ പറയാ, ഒരു എംകോം കഴിഞ്ഞിട്ടുള്ളവർക്ക് പറ്റിയ ആ ഒരു പോസ്റ്റ് ആണെങ്കിൽ അപ്പൊ എന്ത് ചെയ്യണം, കമ്പ്യൂട്ടറിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എംപ്ലോയീസിന്റെ മൊത്തം റെസ്യൂം ഉണ്ട്. അപ്പൊ അവിടെ ആ റെസ്യൂം നോക്കിയിട്ട് ആർക്കാണോ അവിടെ ആ പോസ്റ്റ് ഫില്ല് ചെയ്യാൻ മാച്ചാവുന്നത്, അപ്പൊ അങ്ങനെ കാൻഡിഡേറ്റ്സിനെ ആരവിടെ സപ്ലൈ ചെയ്യുന്നത്, കമ്പ്യൂട്ടർ വഴിയാണ് സപ്ലൈ ചെയ്യുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? ഇപ്പൊ കമ്പനിയിൽ തന്നെ എന്തെങ്കിലും വേക്കൻസി വരികയാണെങ്കിലേ ആ കമ്പനിയിലുള്ള എംപ്ലോയീസിന്റെ എല്ലാവർക്കുടെയും റെസ്യൂം അവരുടെ സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഏത് വേക്കൻസിയാണോ ഫില്ല് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളത് ഏതാണെന്ന് നമുക്ക് ഏതാണ്, കമ്പ്യൂട്ടർ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, കമ്പ്യൂട്ടറിൽ നോക്കിയാൽ മതി. അപ്പൊ കമ്പ്യൂട്ടർ വഴി നമുക്ക് ആ വേക്കൻസി ഫില്ല് ചെയ്യാൻ കാൻഡിഡേറ്റ്സിനെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ? യെസ്. ഇനി അടുത്തത് നോക്കിയേ, ഓക്കെ, അത്രേ ഉള്ളൂ. അൺകൺസോളിഡേറ്റഡ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ പറഞ്ഞതാട്ടോ. ജി എന്ന് പറഞ്ഞ പോയിന്റ് പറഞ്ഞത് തന്നെ വീണ്ടും റിപ്പീറ്റ് വന്നേക്കുന്നതാണ്. നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ടോ അങ്ങനെ റിപ്പീറ്റ് ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ടോ? ജെ എന്ന് പറഞ്ഞൊരു പോയിന്റ് കൂടി ഉണ്ടോ ടെക്സ്റ്റില്? യെസ്. അപ്പൊ അത് വേണ്ട കേട്ടോ, ഐ വരെയും പഠിച്ചാ മതി. ജെ എന്ന് പറഞ്ഞ കൊടുത്ത പോയിന്റ് നമ്മൾ അവിടെ ജി എന്ന് പറഞ്ഞില്ലേ, ആ പോയിന്റ് തന്നെ വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്ത് വന്നേക്കുന്നതാണ്. അപ്പൊ അത്രയും നോക്കാം. ഇതെല്ലാം ഏതിൽ വരുന്ന, തേർഡ് പാർട്ടി മെത്തേഡിൽ വരുന്നതാണ് കേട്ടോ. 1, 2, 3, 4, 5, 6, 7, 8, 9 പോയിന്റ്സ് ഉണ്ട് കേട്ടോ. ഇതൊന്നും വായിച്ചു വെച്ചേക്കാം. ഇനി അടുത്തത് മെറിറ്റ്സ് ഓഫ് എക്സ്റ്റേണൽ സോഴ്സസ്, എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്. അപ്പൊ അവിടെ എങ്ങനെയാണ് വേക്കൻസി ഫില്ല് ചെയ്യുന്നത്? പുറമേ നിന്നാണ്. ആ കമ്പനിയിൽ വേക്കൻസി ഉണ്ടാക്കുമ്പോൾ പുറമേ നിന്ന്, മാർക്കറ്റിൽ നിന്ന് പുറമേ നിന്നാണ് കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് വേക്കൻസി ഫില്ല് ചെയ്യുന്നത്. ഏത്? എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്. അപ്പൊ അങ്ങനെ ഒരു കമ്പനി എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് നടത്തുമ്പോൾ എന്തൊക്കെ മെറിറ്റ്സ് ആണുള്ളത്, അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാ? ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, നോക്കണം. ആ പോയിന്റ്സുകൾ നോക്കി വെക്കാം. മെറിറ്റ്സ് ഓഫ് എക്സ്റ്റേണൽ സോഴ്സസ് എന്താണ്? ഒന്നാമത്തെ കാര്യം, വൈഡ് ചോയ്സ്. നല്ല വിശാലമായ തിരഞ്ഞെടുക്കാനുള്ള ചോയ്സ് ഉണ്ട്.
കമ്പനിക്ക് പുറത്താകുമ്പോൾ ഇഷ്ടംപോലെ ആളുകളില്ലേ, അല്ലെ? ഇഷ്ടംപോലെ കാൻഡിഡേറ്റ്സ് ഉണ്ട്. അപ്പൊ അവരിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് നോക്കി സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ കമ്പനിയുടെ ഉള്ളിലാണെങ്കിൽ ചിലപ്പോ ഒരു 50 പേരുള്ള കമ്പനി ആണെങ്കിൽ ആ വേക്കൻസി ഫില്ല് ചെയ്യാൻ ആ 50 പേരിനെ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് റെസ്ട്രിക്റ്റഡ് ആണ്. കുറച്ചും കൂടി ചോയ്സ് കുറവ് അവിടെ. കുറച്ച് പേരിൽ നമ്മൾ ചിലപ്പോൾ സെലക്ട് ചെയ്യേണ്ടി വരും. എന്നാൽ എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ആണെങ്കിലോ കമ്പനിയുടെ പുറത്താക്കി ഒരുപാട് കാൻഡിഡേറ്റ്സ് ഇല്ലേ, അപ്പൊ അവിടെ ലക്ഷക്കണക്കിന് കാൻഡിഡേറ്റ്സ് ഉണ്ടാവും, കുട്ടികൾ ഉണ്ടാവാം, അല്ലെ? അവരിൽ നിന്നാണ് കമ്പനി എന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നത്. അതിൽ നിന്ന് ബെസ്റ്റ് ഓപ്ഷൻ ആണ് സെലക്ട് ചെയ്യുന്നത്. അപ്പൊ എന്താണ്, ഇതൊരു വിശാലമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് രീതിയാണ് എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. ഓർഗനൈസേഷൻ ക്യാൻ ഫ്രീലി ചൂസ് ദ കാൻഡിഡേറ്റ്സ്. കാൻഡിഡേറ്റ്സിന് ഫ്രീ ആയിട്ട് തന്നെ ചൂസ് ചെയ്യാൻ പറ്റും. എങ്ങനെ? ഫ്രം എ ഹ്യൂജ് പൂൾ, വലിയൊരു പൂളിൽ നിന്ന്. പൂൾ എന്ന് പറഞ്ഞ ഗ്രൂപ്പ്, ഒരു കമ്പനിക്ക് പുറത്ത് ഒരുപാട് ആളുകളുണ്ട്, അല്ലെ? ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അങ്ങനെ ഒരു വലിയൊരു കൂട്ടത്തിൽ നിന്ന് തന്നെ കമ്പനിക്ക് ഫ്രീ ആയിട്ട് തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആപ്ലിക്കൻസിനെ നമുക്ക് കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാൻ പറ്റും. അതാണ് ഒന്നാമത്തെ മെറിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, വൈഡ് ചോയ്സ് ആണ്. ക്ലിയർ അല്ലേ? വൈഡ് ചോയ്സ്. ഇനി രണ്ടാമത്തെയാണ് ഇഞ്ചക്ഷൻ ഓഫ് ഫ്രഷ് ടാലന്റ്. ഇനി എന്താ, ഫ്രഷ് ടാലന്റേഴ്സിനെ ഇഞ്ചക്ട് ചെയ്യാൻ പറ്റും, കമ്പനിയിലേക്ക് ഇഞ്ചക്ട് ചെയ്യാൻ പറ്റും. People with unique skill and knowledge can be selected to energize the present employee and incorporate creative method of working. അതായത് ഇപ്പൊ കമ്പനിയിൽ കുറച്ച് പേരുണ്ട്, അവർ സാധാരണ പോലെ പ്രസന്റ് എംപ്ലോയി അവിടെ നിലവിലുള്ളത്, അവര് കുറച്ച് പേരുണ്ട്. അപ്പൊ അവര് സാധാരണ രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു വർക്ക്. അപ്പോഴാണ് കമ്പനി ഒരു എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. അപ്പൊ കമ്പനിയുടെ പുറത്തു നിന്ന് ഒരു നല്ല സ്കിൽ ആയിട്ടുള്ള നല്ല നോളജ് ഉള്ള ഒരാള് കമ്പനിക്ക് പുറത്തുനിന്ന് വരിക. അപ്പൊ പ്രസന്റ് എംപ്ലോയിക്ക് അവര് വലിയ പരിചയം ഉണ്ടാവില്ല. അവര് ഇവരെക്കായും കുറച്ചും കൂടി നല്ല കഴിവുള്ള ആളാണെങ്കിൽ എന്ത് ചെയ്യുന്നു, അപ്പൊ നിലവിലുള്ള എംപ്ലോയീസിനെ ഒന്ന് എനർജറ്റിക് ആക്കില്ലേ, അല്ലെ? പുതിയ ആള് വന്നു, അയാള് നല്ല രീതിയിൽ ചെയ്യുമ്പോൾ അയാളെ പോലെ ചെയ്യാൻ അവര് ശ്രമിക്കും, അല്ലെ? അതുപോലെ എന്താണ്, ആ ക്രിയേറ്റീവ് മെത്തേഡ് ഓഫ് വർക്കിംഗ്, ആ പുതിയ എംപ്ലോയി, കമ്പനിക്ക് പുറത്തുനിന്ന് വന്ന എംപ്ലോയിയുടെ അവരുടെ വർക്കിംഗ്, ക്രിയേറ്റീവ് മെത്തേഡ് ഓഫ് വർക്കിംഗിൽ അവരെന്ത് ചെയ്യും, ഇൻകോപ്പറേറ്റ് ചെയ്യും, സഹകരിക്കും. അപ്പൊ പ്രസന്റ് എംപ്ലോയിനെ എന്താണ്, കുറച്ചുകൂടി എനർജറ്റിക് ആക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഫ്രഷ് ടാലന്റേഴ്സിനെ കമ്പനിയിലേക്ക് പുറത്തു നിന്ന് നല്ല കഴിവുള്ള കാൻഡിഡേറ്റ്സിനെ ഇൻജക്ട് ചെയ്യുമ്പോൾ, കമ്പനിയിലേക്ക് സെലക്ട് ചെയ്യുമ്പോൾ അവിടെ നിലവിലുള്ള എംപ്ലോയീസിനെ എന്ത് ചെയ്യുന്നു, കൂടുതൽ എനർജറ്റിക് ആക്കുന്നു. അപ്പൊ അയാളുടെ കൂടെ, അയാളുടെ ഒപ്പം തന്നെ സഹകരിച്ച്, ഇൻകോപ്പറേറ്റ് ചെയ്യുക, സഹകരിച്ച് എന്ത് ചെയ്യുന്നു, ആ വർക്കിങ്ങിൽ അവര് കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ. പിന്നെ അടുത്തതാണ് മോട്ടിവേഷണൽ ഫോഴ്സ്. ഒരു മോട്ടിവേഷൻ ആണെന്ന്, ഒരു പ്രചോദനമാണ്. The internal employees are encouraged to work hard and compete with the external candidates in the search of career growth. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യും കേട്ടോ. കോമ്പീറ്റ് ചെയ്യാന്ന് വെച്ചാൽ മത്സരിക്കുക. അപ്പോ ഈ ഇന്റേണൽ എംപ്ലോയീസ്, അതായത് കമ്പനിയിലെ നിലവിലുള്ള എംപ്ലോയീസ് ഇല്ലേ, അവരെ എൻകറേജ് ചെയ്യുന്നു, പ്രോത്സാഹിപ്പിക്കുന്നു. എന്താ, കുറച്ചും കൂടി നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ. ആൻഡ് കോമ്പീറ്റ് വിത്ത് എക്സ്റ്റേണൽ കാൻഡിഡേറ്റ്സ്, അപ്പൊ വന്ന ആളില്ലേ, അയാളുമായിട്ട് മത്സരിക്കാനായിട്ട് ആ എന്താണ്, കുറച്ചും കൂടി പ്രസന്റ് എംപ്ലോയിനെ പ്രോത്സാഹിപ്പിക്കുന്നു. അവർക്കുടെ കരിയറിന്റെ ഗ്രോത്തിന്റെ ഭാഗമായിട്ട്, കരിയർ വളർച്ചയുടെ ഭാഗമായിട്ട്. ഇപ്പൊ പ്രസന്റ് കുറച്ച് എംപ്ലോയീസ് അവിടെ ഓൾറെഡി 10 പേരുണ്ടായിരുന്നു, വർക്ക് ചെയ്യായിരുന്നു. അപ്പോഴാണ് കമ്പനി ഒരു എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. അപ്പൊ കമ്പനിക്ക് പരിചയമില്ലാത്ത, കമ്പനിയുടെ പുറത്ത് നിന്ന് ഒരാള് പുതിയ പോസ്റ്റിലേക്ക് അയാള് ജോയിൻ ചെയ്യാണ്. അപ്പൊ നിലവിലുള്ളവർ എന്ത് ചെയ്യും, അല്ലെ? അയാളെ പോലെ ആവണ്ടേ, അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, അവരുമായിട്ട് മത്സരിക്കാൻ, അതായത് അയാളെ പോലെ എത്താൻ ആ ഇന്റേണൽ എംപ്ലോയീസ് അതിന് ഒരു മോട്ടിവേഷൻ ആണ്. കണ്ടോ, അയാള് ചെയ്ത് നല്ല ഇതിലേക്ക് എത്തുമ്പോൾ അതിനൊപ്പം തന്നെ എത്താനായിട്ട് ആ പുതിയ ഒരു എന്താ പറയാ, ആ എക്സ്റ്റേണൽ എംപ്ലോയി എന്താണ്, ഒരു മോട്ടിവേഷൻ ആണ്, അല്ലെ? ഒരു പ്രചോദനമാണ് അവർക്ക് അയാളെ പോലെ ആകാനും,
അല്ലെ അവരുടെ കരിയറിൽ കുറച്ചുകൂടി വികസിപ്പിക്കാനും ഒക്കെ ആ പുറമേ നിന്ന് വന്ന കാൻഡിഡേറ്റ്സ് ഒരു മോട്ടിവേഷൻ തന്നെയാണ്. എ ഹൈലി competitive environment like this would assist the employee to work to the best of his ability and as he can. അപ്പൊ അങ്ങനെ അവിടെ എന്ത് ചെയ്യും, ഒരു കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാവും. പുറമേ നിന്നുള്ള ഒരാള് വന്ന് അയാൾ നല്ല രീതിയിൽ വർക്കൊക്കെ ചെയ്യാണ്. ഇപ്പൊ പ്രസന്റ് എംപ്ലോയി ഉണ്ട്, അവര് തമ്മില് എന്താണ് ഒരു കോമ്പറ്റേറ്റീവ് എൻവയോൺമെന്റ് ഉണ്ടാകും അല്ലെ. അപ്പൊ എന്ത് ചെയ്യാ, ഇപ്പൊ നിലവിലുള്ള എംപ്ലോയി എന്ത് ചെയ്യും, അയാളെ പോലെ ആവാൻ നോക്കൂലേ അല്ലെ. അപ്പൊ അവര് ഇപ്പൊ നിലവിലുള്ള കമ്പനിയിൽ ഓൾറെഡി ഉള്ള എംപ്ലോയി എന്താണ് നന്നായിട്ടും ഹാർഡ് വർക്ക് ചെയ്യും. വർക്ക് ഹാർഡ് എന്തിന്, ടു ബെസ്റ്റ് ഓഫ് ഹിസ് എബിലിറ്റി, അവർക്കുടെ കഴിവിന്റെ പരമാവധി അവര് ശ്രമിക്കും. എന്തിനാ, ആ ഒരു ഇതിലേക്ക് എത്തിച്ചേരാൻ, അയാളെ പോലെ ആവാൻ. ഓക്കെ, ക്ലിയർ ആയോ? ആ പറഞ്ഞത് മോട്ടിവേഷണൽ ഫോഴ്സ് ആണ്, അതും ഒരു മെറിറ്റ് തന്നെയാണ്. പുതിയതായിട്ട് ഒരാൾ വന്നു, അപ്പൊ അയാൾ കൊള്ളാലോ, അയാൾ നല്ല രീതിയിൽ അവിടെ വർക്കൊക്കെ ചെയ്യുമ്പോൾ ഇപ്പൊ പ്രസന്റ് എംപ്ലോയിക്ക് എന്താണ്, അയാള് ഒരു മോട്ടിവേഷൻ ആണ്. അപ്പൊ അയാളെ പോലെ ആകാനായിട്ട് അവര് അവർക്കുടെ കഴിവിന്റെ പരമാവധി ചെയ്യാനും ശ്രമിക്കും. അങ്ങനെ അവർക്കുടെ എന്താ പറയാ കുറച്ചും കൂടി ആ ഒരു ഗ്രോത്ത് കൂടുക ചെയ്യുന്നത്. ഇനി അടുത്ത് നോക്കിയേ, ലോങ് ടേം ബെനിഫിറ്റ്. ഇനി ഈ എന്താണ് എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് ദീർഘകാലത്തേക്കുള്ള ഒരു ബെനിഫിറ്റ് ആണ് എന്നാ പറയുന്നത്, ഒരു ആനുകൂല്യമാണ്, അല്ലെങ്കിൽ ദീർഘകാലത്തേക്ക് നിലനിൽക്കുന്നതാണ് അത്. If the competent individual will join the organization, they can generate new ideas. അപ്പൊ കമ്പനി എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ആണ് നടത്തിയത്. അപ്പൊ കമ്പനിയിലേക്ക് പുതിയൊരാള് പുറത്തു നിന്ന് ജോയിൻ ചെയ്തു. അപ്പൊ എന്താ, അയാൾക്ക് പുതിയ പുതിയ ഐഡിയാസ് ഉണ്ടാക്കാം. കുറച്ചും കൂടി ഇപ്പൊ പ്രസന്റ് ആയിട്ട് പഠിച്ചിറങ്ങിയവരാണ്, അപ്പൊ കുറച്ചും കൂടി കഴിവും സ്കിൽസും ഒക്കെ അവർക്ക് ഉണ്ടാക്കാം. അപ്പൊ അവര് പുതിയ പുതിയ ഐഡിയാസ് സൃഷ്ടിക്കുന്നു. അപ്പൊ എന്താണ്, ഒരു കോമ്പറ്റേറ്റീവ് അറ്റ്മോസ്ഫിയർ അവിടെ ഉണ്ടാകുന്നു, വിച്ച് would force the employee to give out the best അല്ലെ. അവർക്കുടെ കഴിവിന്റെ പരമാവധി അവര് പ്രസന്റ് എംപ്ലോയി അവർക്കുടെ കഴിവിന്റെ പരമാവധി ചെയ്യാനുള്ള ഒരു ഫോഴ്സ്, ഒരു മോട്ടിവേഷൻ തന്നെ കിട്ടും. അപ്പൊ അവര് നല്ല രീതിയിൽ ചെയ്യും, അതായത് ഗിവ് ഔട്ട് ദ ബെസ്റ്റ്, ഏറ്റവും നല്ല രീതിയിൽ ചെയ്യും. അപ്പൊ അതിനെന്താണ്, അവർക്ക് അതിനനുസരിച്ച് ബെനിഫിറ്റ്സ് കിട്ടും അല്ലെ. കമ്പനി ഇപ്പൊ നല്ല രീതിയിൽ വർക്ക് ചെയ്തു, ആ ഒരു പ്രൊജക്ട് അവർക്ക് കൊടുത്തത് വലിയ വിജയത്തിലേക്ക് എത്തി, കമ്പനി ചെറിയ ചെറിയ ബെനിഫിറ്റുകൾ കൊടുക്കും അവർക്ക്. അപ്പൊ അങ്ങനെ ദീർഘകാലത്തേക്ക് ബെനിഫിറ്റ്സ്, അവർക്ക് ബെനിഫിറ്റ് ആനുകൂല്യങ്ങൾ എന്തെങ്കിലുമൊക്കെ നേടാനും പ്രൊമോഷൻ ഒക്കെ നേടുന്നതിന് കാരണമാക്കും. അപ്പൊ അതെന്താണ് ശരിക്കും എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്, ദീർഘകാലത്തേക്കുള്ള ഒരു ബെനിഫിറ്റ് ആണ്. അവർക്കൊരു പ്രൊമോഷൻ ഒക്കെ കിട്ടിയ നല്ലതല്ലേ. അല്ലെങ്കിൽ പുറമേ നിന്ന് ആരും വന്നില്ലെങ്കിലോ അവര് ആ പ്രസന്റ് എംപ്ലോയി അങ്ങനെ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ആണ്. അപ്പൊ പുറമേ നിന്ന് ഒരു ആപ്ലിക്കൻസ് ഒരു എംപ്ലോയി വരികയാണ്. അപ്പൊ അയാൾ നല്ല എനർജറ്റിക് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് ഇപ്പൊ പ്രസന്റ് എംപ്ലോയിക്ക് ഒരു മോട്ടിവേഷൻ കിട്ടും. അപ്പൊ എന്ത് ചെയ്യുന്നു, അപ്പൊ അവരുടെ പരമാവധി അവര് ഹാർഡ് വർക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ആ ഹാർഡ് വർക്ക് അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് എന്താ, കമ്പനിയിൽ നിന്ന് ബെനിഫിറ്റ്സുകൾ കിട്ടും, അവർക്ക് പ്രമോഷനൊക്കെ കിട്ടും. അപ്പൊ അങ്ങനെ ഒരു ദീർഘകാലത്തേക്കുള്ള ഒരു ബെനിഫിറ്റ്സും ഏതിലൂടെ പറ്റും, എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റിലൂടെ സാധ്യമാകും. അപ്പൊ അതിനകത്ത് മെറിറ്റ്സ് നിങ്ങൾ നോക്കി വെക്കണം കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ മെറിറ്റ്സ് ഓഫ് എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്? ഏതൊക്കെയാ? വലിയ ചോയ്സ് ഉണ്ട്, കമ്പനിക്ക് പുറത്ത് ധാരാളം എംപ്ലോയീസ് ഉണ്ട്, കാൻഡിഡേറ്റ്സ് ഉണ്ട്. അപ്പൊ കമ്പനിക്ക് ഒരുപാട് ചോയ്സ് അവിടെ ഉണ്ട്. രണ്ടാമത്തെയാണ് ഇജക്ഷൻ ഓഫ് ഫ്രഷ് ടാലന്റഡ് ആയിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ളവരെ കമ്പനിയിലേക്ക് ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ അവരെ കൊണ്ടുവരുമ്പോൾ എന്താണ്, പ്രസന്റ് എംപ്ലോയി കുറച്ചുകൂടി എനർജറ്റിക് ആകും, അവരുമായിട്ട് സഹകരിച്ച് വർക്ക് ചെയ്യാനും തുടങ്ങും. പിന്നെ എന്താണ്, ഒരു മോട്ടിവേഷൻ ആണ് അല്ലെ. പിന്നെന്താ, അപ്പൊ അങ്ങനെ അവർക്ക് ഒരു മോട്ടിവേഷൻ ആയതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ്, പ്രസന്റ് എംപ്ലോയിക്ക് ദീർഘകാലത്തേക്കുള്ള ഒരു ബെനിഫിറ്റ്സ് ഒക്കെ നേടാനും പറ്റും. 4 പോയിന്റ്സും ക്ലിയർ ആണോ നോക്കിയേ. അങ്ങനെ അതൊന്ന് കണക്ട് ചെയ്ത് മനസ്സിലാക്കി വെക്കാം കേട്ടോ. പിന്നെ ആ മെയിൻ പോയിന്റ്സുകൾ ഒന്ന് അണ്ടർലൈൻ ചെയ്തിടുക കേട്ടോ അവിടെ.
ആ ലാസ്റ്റ് സെന്റൻസ്, നാലാമത്തെ പോയിന്റിൽ ലാസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. This can create a competitive atmosphere which would force the employee to give out their best benefits and to get promotion. ഇതൊക്കെ നേടാനും സാധ്യമാക്കും. ഇനി അപ്പൊ മെറിറ്റ്സ് ഉണ്ടെങ്കിൽ അവിടെ സ്വാഭാവികമായിട്ട് എന്തും കൂടി ഉണ്ടാകാം, ഡിമെറിറ്റ്സ് കൂടി ഉണ്ടാവാം അല്ലെ. എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് അതിന്റെ ഡിമെറിറ്റ്സ് എന്തൊക്കെയാണ്, ദോഷങ്ങള് എന്തൊക്കെയാണെന്നാണ് പറയുന്നത് കേട്ടോ. ഡിമെറിറ്റ്സ് നോക്കാം നമുക്ക്. ഓക്കെ അല്ലേ, മെറിറ്റ്സ് ഓക്കെ അല്ലേ? ആ 4 പോയിന്റ്സും ആശയൊന്നും മനസ്സിലാക്കിയില്ലേ നിങ്ങള്? മെയിൻ പോയിന്റ്സും അണ്ടർലൈൻ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ഇനി അപ്പൊ ഡിമെറിറ്റ്സ് എന്താണ്? ഒരു എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റിന്റെ ഡിമെറിറ്റ്സ്. എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് എന്താ? ഒരു എക്സ്പെൻസീവ് ആണ്, ഭയങ്കര വില പിടിച്ചതാണ്, കമ്പനിയെ സംബന്ധിച്ച് വളരെ ചെലവ് വരുന്ന ഒരു കാര്യമാണ് എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. അതാണ് ഒരു ഡിമെറിറ്റ്. Using various source of recruitment is not easy work. ഈ various source of recruitment എന്ന് പറയുന്നത് ഒരു ഈസി ആയിട്ടുള്ള ഒരു ജോലിയല്ല അല്ലേ? ഒരു നോട്ട് എ ഈസി വർക്ക്, അതൊരു ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഹയറിംഗ് കോസ്റ്റ് മേ ഇൻക്രീസ് സിഗ്നിഫിക്കന്റ്ലി. നിയമന ചെലവ് അവിടെ കൂടും. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, കമ്പനിയുടെ പുറത്തുള്ള അല്ല കമ്പനിയുടെ അകത്ത് നിന്ന് നമ്മളൊരു ഇന്റേണൽ സോഴ്സ് ആണെങ്കിൽ കമ്പനിക്ക് അധികം ചെലവില്ല അല്ലെ. അഡ്വർടൈസ്മെന്റ് കൊടുക്കണ്ട, അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും ട്രെയിനിങ് അധികം കൊടുക്കണ്ട, അപ്പൊ കമ്പനിക്ക് കുറച്ച് ചെലവ് മതി. എന്നാൽ എക്സ്റ്റേണൽ സോഴ്സ് ആണ്, അതായത് പുതിയ കാൻഡിഡേറ്റ്സ് അവിടെ വന്നേ കമ്പനിക്ക് പുറത്താണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറെ അഡ്വർടൈസ്മെന്റ് കാര്യങ്ങൾ കൊടുത്ത് അങ്ങനെ ഒരുപാട്, പിന്നെ അതുപോലെ തന്നെ ഹയറിംഗ് കോസ്റ്റ് ഒക്കെ നമുക്ക് റിക്രൂട്ട്മെന്റ് നടത്തണം, അതിനൊക്കെ ഒരുപാട് ചെലവ് കമ്പനിക്ക് വരും അല്ലേ. അതുപോലെ തന്നെ അവർ വന്നാലും ചിലപ്പോൾ അവർക്ക് ട്രെയിനിങ് കൊടുക്കണം, അവർക്ക് കമ്പനിയെ കുറിച്ച് വലിയ കാര്യങ്ങളൊന്നും അറിയില്ല, അപ്പൊ അവർക്ക് ഓറിയന്റേഷൻ ഇൻഡക്ഷൻ കൊടുക്കണം, അവർക്ക് ട്രെയിനിങ് കാര്യങ്ങൾ കമ്പനിനെ ഒരു ഫെമിലിയർ ആക്കി കൊടുക്കണം അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളതൊരു ട്രെയിനിങ് ഒക്കെ കൊടുക്കുമ്പോൾ നല്ല ചെലവ് കമ്പനിക്ക് വരും. അതാണ് ഒന്നാമത്തെ കാര്യം, എക്സ്പെൻസീവ് ആണ്. ഈ ഒരു കമ്പനി ഒരു എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്താണ്? കമ്പനിയെ സംബന്ധിച്ച് ചിലവേറിയ കാര്യം തന്നെയാണ്. ക്ലിയർ ആണോ നോക്കി? ഒന്നാമത്തെ പോയിന്റ് എക്സ്പെൻസീവ് ആണ്, അതാണ് ഡിമെറിറ്റ്സ് കേട്ടോ. എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ, മെറിറ്റ്സ് അല്ലെങ്കിൽ ഡിമെറിറ്റ്സ് ചോദിക്കാറുണ്ട്. ക്ലിയർ അല്ലേ? കമ്പനിയെ സംബന്ധിച്ച് ഒരു എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? എക്സ്പെൻസീവ് ആണ്, വളരെ ചിലവേറിയ ഒരു കാര്യമാണ്. ക്ലിയർ അല്ലേ? വേഗം വേഗം തമ്പിട്ട് തന്നെ നിങ്ങള്. യെസ്, ഒരു തമ്മെങ്കിലും മതി നമുക്ക്. ഓക്കെ, ഇനി രണ്ടാമത് നോക്കിയേ, ടൈം കൺസ്യൂമിങ്. എന്താ? ഒരുപാട് സമയം എടുക്കുന്ന, ടൈം ഒരുപാട് എടുക്കും, ടൈം കൺസ്യൂമിങ് അല്ലേ. കമ്പനി അഡ്വർടൈസ്മെന്റ് കൊടുത്തു, റിക്രൂട്ട്മെന്റ് നടത്തി, അവർക്ക് ട്രെയിനിങ് ഒക്കെ കൊടുത്തു അല്ലെ, അതിന് കുറച്ച് സമയം
ഹലോ ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടല്ലേ? എന്താണ് നമ്മുടെ ഇവിടെ എന്തോ വയറ് ലൂസ് ആയി പോയതാന്ന് തോന്നുന്നേ. നമ്മൾ എവിടെ വരെ നിങ്ങൾ കേട്ട? എക്സ്പെൻസീവ് ആണ് കേട്ടോ. ഒന്നാമത്തെ ഓക്കെ ആണോ? ഡിമെറിറ്റില് യെസ്. രണ്ടാമത്തെ ടൈം കൺസ്യൂമിംഗ് ആണെന്ന് മനസ്സിലായോ? അഡ്വർടൈസിങ്ങിനും സ്ക്രീനിങ്ങിനും ടെസ്റ്റിങ്ങിനും കേൾക്കാം. ഇപ്പൊ കേൾക്കാം. അത് ഓക്കെ അല്ലേ? 2 പോയിന്റ്സ് ഓക്കെ അല്ലേ? യെസ്, ഓക്കെ. ഇനി നമ്മൾ പറഞ്ഞത് എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റിന്റെ ഡിമെറിറ്റ്സ് ആണല്ലോ. ദോഷങ്ങൾ എന്തൊക്കെയാണെന്നാ പറഞ്ഞത്. മൂന്നാമത്തെ പോയിന്റ് നോക്കി, ഡീമോട്ടിവേറ്റിംഗ്. എന്താ വെച്ചാൽ എന്താ? ഡീമോട്ടിവേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? നിരുത്സാഹപ്പെടുത്തുന്നു. Demotivating. Present employee who have given a lot of time in service may oppose the process of recruiting vacancy from outside the organization. Oppose ചെയ്യാന്ന് വെച്ചാൽ എതിർക്കും. അതായത് കുറെ വർഷങ്ങളായിട്ട് ദീർഘനാള് ആ സർവീസിൽ ഇരിക്കുന്ന എംപ്ലോയീസ് സമ്മതിക്കോ? എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റിനെ സമ്മതിക്കോ? ആ ഒരു കാര്യത്തെ ഈ ജോബ് വേക്കൻസി ഫില്ല് ചെയ്യാൻ ഓർഗനൈസേഷൻ എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കുറെ നാള് സർവീസ് ഇരുന്ന എംപ്ലോയീസ് അതിനെ എതിർക്കും അല്ലേ? അവരൊക്കെ പറയാൻ പാടില്ലേ? ഞങ്ങൾ ഇത്രയും സീനിയർ ആയിട്ടുള്ള ആളുകളുണ്ട്, പിന്നെ എന്തിനാണ് വേറെ പുറത്തു നിന്ന് ഒരു അപ്പോയിന്റ്മെന്റ് അവിടെ കൊടുക്കുന്നത് അല്ലേ? ഞങ്ങൾക്ക് പ്രൊമോഷൻ തന്നാ മതിയില്ലെന്ന് അവർക്ക് ചിന്തിച്ചൂടെ? അല്ലേ? ചിന്തിക്കാൻ പാടില്ല അവർക്ക്. അപ്പൊ അവര് ഇഷ്ടപ്പെടുന്നില്ല. ഇവിടെ ഇത്രയും കഴിവുള്ള, ഇത്രയും വർഷങ്ങളായിട്ട് നിന്ന ജോലി ചെയ്യുന്ന എംപ്ലോയീസ് ഉണ്ട് ഇവിടെ. അപ്പൊ പിന്നെ കമ്പനി പുറമെ നിന്ന് ഒരാളെ എടുക്കേണ്ട ആവശ്യമുണ്ടോ? അല്ലേ? എന്ന് ആ പ്രസന്റ് എംപ്ലോയിക്ക് ചിന്തിക്കാം. അപ്പൊ എന്താണ്? The feeling that their service has not been valued by the organizations demotivating them. അപ്പൊ അവരെന്താ? അവർക്ക് എന്ത് മനസ്സിൽ വരാം? എന്റെ സർവീസ് ഈ കമ്പനി അതിനെ വാല്യൂ ചെയ്യുന്നില്ല അല്ലെ? ഞാൻ ഇത്രയും വർഷം നിന്നു എന്ന് പറഞ്ഞിട്ട് കമ്പനി എനിക്ക് ആ പോസ്റ്റ് തന്നില്ലല്ലോ, എനിക്ക് അങ്ങോട്ടേക്ക് പ്രൊമോഷൻ ആക്കി തന്നില്ലല്ലോ എന്നൊരു ചിന്ത ആർക്ക് വരാം? ആ എംപ്ലോയിയുടെ മനസ്സിൽ വരാം. അപ്പൊ അവരെന്താണ്? അത് അവരെ നിരുത്സാഹപ്പെടുത്തും അല്ലെ? ഞാൻ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? ഇത്രയും വർഷങ്ങളായിട്ട് ഞാൻ ഇവിടെ ഹാർഡ് വർക്ക് ചെയ്തതാണ്, കമ്പനിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തതാണ്, പക്ഷെ ആ ഒരു പോസ്റ്റിലേക്ക് എന്നെ എന്താ എനിക്കൊരു പ്രൊമോഷൻ തന്നില്ല എന്നൊരു ചിന്ത വരില്ലേ സ്വാഭാവികമായിട്ടും? അപ്പൊ അങ്ങനെ പ്രസന്റ് എംപ്ലോയിനെ എന്ത് ചെയ്യുന്നു? ഡിമോട്ടിവേറ്റ് ചെയ്യും, അവരെ നിരുത്സാഹപ്പെടുത്തും. ആൻഡ് ദേ സ്റ്റാർട്ട് ലൂസിങ് ഇൻട്രസ്റ്റ് ഇൻ പെർഫോമിംഗ് ദ ജോബ്. അവസാനം എന്താകും? അവര് അവരുടെ ജോലി നിർവഹിക്കുന്നതിന് താല്പര്യം കുറയൂലേ? നമ്മുടെ മനസ്സിൽ അങ്ങനെ തോന്നൂലേ? കണ്ടോ, ഒരു വേക്കൻസി വന്നു, കമ്പനി പുറമേ നിന്ന് ആളെ എടുത്തു, ഇനിയിപ്പോ ഞാൻ എന്തിനാ അങ്ങനെ വർക്ക് ചെയ്യുന്നേ? ഇത്രയും നാള് ഞാൻ ഇവിടെ ഹാർഡ് വർക്ക് ചെയ്തതാണ് കമ്പനിക്ക് വേണ്ടി, രാവും പകലും ഒക്കെ ഞാൻ വർക്ക് ചെയ്തതാണ്, പിന്നെ ഇനിയിപ്പോ ഞാൻ എന്തിനാണ് അങ്ങനെ വർക്ക് ചെയ്യുന്നത് എന്നൊരു തോന്നല് അവരുടെ മനസ്സിൽ വരും. അപ്പൊ ആ കമ്പനിയോടുള്ള താല്പര്യം കാലക്രമേണ അവർക്ക് കുറയാനും സാധ്യതയുണ്ട്. ആൻഡ് ദേ സ്റ്റാർട്ട് ലോസിങ് ഇൻട്രസ്റ്റ് ഇൻ പെർഫോമിംഗ് ദ ജോബ്. ആ ജോലി നിർവഹിക്കുന്നതിനുള്ള താല്പര്യം കുറയാം. അപ്പൊ എന്താണ്? പ്രസന്റ് ആ കമ്പനിയിലെ നിലവിലുള്ള എംപ്ലോയിനെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നു, നിരുത്സാഹപ്പെടുത്തും. അപ്പൊ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തോളണം കേട്ടോ. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തോ. അവര് ഒരു പ്രസന്റ് എംപ്ലോയി എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റിനെ ഒപ്പോസ് ചെയ്യും, അവരൊരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്യില്ല, അവരതിനെ എതിർക്കും.
ഇനി അടുത്ത നാലാമത്തെ നോക്കിയേ, അൺസർട്ടനിറ്റി എന്ന് വെച്ചാൽ എന്താ, അനിശ്ചിതത്വം ഉണ്ടാകാം. There is uncertainty that the organization will be able to hire the right candidates. അപ്പോൾ ശരിയായ കാൻഡിഡേറ്റ്സിനെ തിരഞ്ഞെടുക്കുന്നതിന് ആ ഒരു സ്ഥാപനത്തിന് എന്താണ് എന്നുള്ളതിൽ ഒരു അനിശ്ചിതത്വം ഉണ്ടാകാം. ശരിയായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ ഞങ്ങൾക്ക് കിട്ടുമോ എന്നുള്ളൊരു കാര്യത്തില് അനിശ്ചിതത്വം നൽകുന്നു. അതായത് നമ്മുടെ പുതിയ സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാൻ കഴിയാത്ത, അനുയോജ്യമല്ലാത്ത കാൻഡിഡേറ്റ്സിനെ ചിലപ്പോ നിയമിക്കുന്നതിലേക്ക് ചിലപ്പോ നയിച്ചേക്കാം. അതാണ് ഇറ്റ് മേ എൻഡ് അപ്പ് ഹയറിംഗ് അൺസ്യൂട്ടബിൾ കാൻഡിഡേറ്റ്സ്. എക്സ്റ്റേണൽ സോഴ്സ് അല്ലേ, അപ്പൊ കമ്പനിയെ കുറിച്ച് വലിയ അറിവൊന്നും ഉണ്ടാവില്ലല്ലോ അവർക്ക്. കമ്പനി അവർക്ക് ആദ്യത്തെ ഒരു അനുഭവമായിരിക്കും. അപ്പൊ ചിലപ്പോൾ എന്താണ് അവിടെ ഇതിന്റെ അവസാനം നമ്മുടെ എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് അതിന്റെ അവസാനം അനുയോജ്യമല്ലാത്ത കാൻഡിഡേറ്റ്സിനെ ആ പുതിയ സെറ്റിംഗ്സിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാൻഡിഡേറ്റ്സിനെ നിയമിക്കുന്നതിലേക്ക് നയിച്ചേക്കാം. ഇന്റേണൽ സോഴ്സ് ആണെങ്കിൽ ഒന്നും നോക്കണ്ട, നമുക്ക് കമ്പനീനെ അറിയാം അവർക്ക്, അല്ലെ? അത്രയും വർഷമായിട്ട് കമ്പനിയിൽ നിൽക്കുന്നതാണ്, കമ്പനീനെ അറിയാം, കാൻഡിഡേറ്റ്സിന് കമ്പനീനെ അറിയാം, കമ്പനീനെ കുറിച്ച് കാൻഡിഡേറ്റ്സിനും അറിയാം. അവിടെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ല, അവരെപ്പോഴും കമ്പനിക്ക് സ്യൂട്ടബിൾ തന്നെയാണ്. പക്ഷേ ഇവിടെ എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് നടത്തുമ്പോൾ എന്താണ് അവസാനം നമുക്ക് അനുയോജ്യമല്ലാത്ത ആ പുതിയ സെറ്റിംഗ്സിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിവില്ലാത്ത ചിലപ്പോ എംപ്ലോയീസിനെ നിയമിക്കുന്നതിലേക്ക് നയിച്ചേക്കാം. 4 പോയിന്റ്സും ക്ലിയർ ആണോ എന്നൊന്ന് വായിച്ചു നോക്കിയേ. ഡിമെറിറ്റ്സ്, ഇത് എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസീവ് ആണ്, ഭയങ്കര ചെലവ് വരുന്നതാണ്, ടൈം ഒത്തിരി എടുക്കും, ടൈം കൺസ്യൂമിംഗ് ആണ്. പിന്നെ അവിടെ നിലവിലുള്ള എംപ്ലോയീസിനെ അവരെ നിരുത്സാഹപ്പെടുത്തും. പിന്നെ എന്താണ് ആ ജോലിയിൽ അവർക്ക് കറക്റ്റ് തന്നെ അതിന് മാച്ചായിട്ടുള്ള ആളുകളെ കിട്ടുമോ എന്നുള്ളതിന് ഒരു അനിശ്ചിതത്വം ഉണ്ടാകാം. എല്ലാവർക്കും ഓക്കെ ആണോ? 4 പോയിന്റ്സും. അപ്പൊ മെറിറ്റ്സും ഡിമെറിറ്റ്സും കൂടി അവിടെ കംപ്ലീറ്റ് ആയിട്ടോ. ആ മെയിൻ പോയിന്റ്സുകൾ നിങ്ങളൊന്ന് നോക്കി വെക്കണം. അപ്പൊ അവിടെ മെറിറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത്, ഡിമെറിറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്നൊക്കെ ചോദിക്കാം. ആ മെയിൻ പോയിന്റ്സുകൾ നോട്ട് ചെയ്ത് വെച്ചോളാം. ഓക്കെ, ഇനി അടുത്ത ഒരു ടോപ്പിക് എന്ന് പറഞ്ഞ ഇമ്പോർട്ടൻസ് ഓഫ് റിക്രൂട്ട്മെന്റ്. റിക്രൂട്ട്മെന്റിന്റെ പ്രാധാന്യം എന്താണ്, എന്തിനാണ് നമ്മൾ ഈ റിക്രൂട്ട്മെന്റ്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ള പോയിന്റ്സുകളാണ്. ഇത് 1, 2, 3 എന്ന് പറഞ്ഞ നമ്പർ 8, 4, 5, 6 പോയിന്റ്സ് ആയിട്ടാണ് തന്നിരിക്കുന്നത് കേട്ടോ. ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കി. പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ റിക്വയർമെന്റ്. അപ്പൊ ഈ റിക്രൂട്ട്മെന്റ് എന്തിനാണ് നടത്തുന്നത്? നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ, കമ്പനി ഉള്ളിടത്തോളം കാലം റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞ പ്രോസസ്സ് നടത്തണം. ഇഷ്ടംപോലെ വേക്കൻസികൾ ഉണ്ടാവാം, ആ വേക്കൻസി ഫില്ല് ചെയ്യണ്ടേ? ആ കമ്പനിയിലെ വേക്കൻസി ഫില്ല് ചെയ്യാൻ കാൻഡിഡേറ്റ്സിനെ കണ്ടെത്തുന്ന പ്രോസസ്സാണ് ഏത്, റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു കമ്പനി ഉള്ളിടത്തോളം കാലം റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞ പ്രോസസ്സ് എന്ത് ചെയ്യണം, നടത്തിക്കൊണ്ടിരിക്കണം. അപ്പൊ എന്താണ് ഒന്നാമത്തെ കാര്യം? ഡിറ്റർമിൻ പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ റിക്വയർമെന്റ്. കമ്പനിയുടെ നിലവിലുള്ളതും ഭാവിയിലേക്കുമുള്ള ആവശ്യകതകളെ നിർണ്ണയിക്കുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് റിക്രൂട്ട്മെന്റ് വേണം. It involves identifying and preparing potential job applicants for higher job position. അതായത് എന്താണ് നമ്മൾ പറഞ്ഞത്, ഇതിനകത്ത് ഐഡന്റിഫൈ ചെയ്യുക, കണ്ടെത്തുന്നു, പ്രിപ്പയർ ചെയ്യുന്നു, തയ്യാറാക്കുന്നു. അതിന് കഴിവുള്ള ആപ്ലിക്കൻസിനെ, പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ജോബ് ആപ്ലിക്കൻസിനെ ഉയർന്ന പൊസിഷനിലേക്ക് കണ്ടെത്തുകയും അവരതിലേക്ക് തയ്യാറാക്കുന്നതുമാണ്. അതാണ് റിക്രൂട്ട്മെന്റിന് ഉൾപ്പെടുന്നത്. It is significant for every organization. ഏതൊരു സ്ഥാപനത്തിനെ സംബന്ധിച്ചാണെങ്കിലും റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യമുണ്ട്. To find out existing and future needs of the organization. ആ കമ്പനിയുടെ നിലവിലുള്ള ഒഴിവും അതുപോലെ ഭാവിയിലേക്ക് വരുന്ന ഒഴിവുകളും അല്ലെ, അതൊക്കെ അനുസരിച്ച് ജോബ് വേക്കൻസി ഫില്ല് ചെയ്യാൻ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യമുണ്ട്. എന്തനുസരിച്ചാണ്? ആസ് പെർ ദ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ് ആൻഡ് ജോബ് ഇവാലുവേഷൻ ടാസ്ക്. ജോബ് ഇവാലുവേഷൻ ടാസ്ക്, ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ്, ഇതൊക്കെ അനുസരിച്ച് ഒരു ഓർഗനൈസേഷനിലെ നിലവിലുള്ളതും ഭാവിയിലേക്കുള്ള ആവശ്യകതകള്, ആ വേക്കൻസി ഫില്ല് ചെയ്യാനുള്ള ആ ഒരു ആവശ്യം, അതിനെന്ത് വേണം? റിക്രൂട്ട്മെന്റ് വേണം. ഒന്നാമത്തെ പോയിന്റ്സ് ഓക്കെ ആണോ?
ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്, ജോബ് ഇവാലുവേഷൻ ടാസ്ക്, ഇതിനൊക്കെ അനുസരിച്ച് ആ ഒരു സ്ഥാപനത്തിന്റെ ഭാവിയിലേക്കുള്ള ആവശ്യങ്ങളും അല്ലെ, ഇപ്പൊ ഭാവിയിലേക്ക് ഇപ്പൊ അടുത്ത വർഷം റിട്ടയർമെന്റ് ആണെന്ന് നമുക്കറിയാലോ, അത് ഫില്ല് ചെയ്യാൻ, അതുപോലെ നിലവിലിപ്പോ ഉള്ള ഒഴിവ്, നിലവിലുള്ള ഒഴിവ്, ഭാവിയിലേക്ക് ഇനി വരാനിരിക്കുന്ന ഒഴിവുകള്, ഇതൊക്കെ ഫില്ല് ചെയ്യാൻ കാൻഡിഡേറ്റ്സിനെ കണ്ടെത്തുന്നത് റിക്രൂട്ട്മെന്റിലൂടെയാണ്. അപ്പോ എന്താണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നതിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ എന്താ? പ്രസന്റ് ഫ്യൂച്ചർ റിക്വയർമെന്റ്സ്, ആ കമ്പനിയുടെ നിലവിലുള്ളതും ഫ്യൂച്ചറിലേക്കുള്ള ആവശ്യകതകൾ നിർണ്ണയിക്കുന്നു. രണ്ടാമത്തത് ക്രിയേറ്റ് ആൻഡ് ഇൻക്രീസ് ആപ്ലിക്കൻസ് പൂള്. ക്രിയേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? ക്രിയേറ്റ് ചെയ്യുക, സൃഷ്ടിക്കുക. ഇൻക്രീസ്, വർദ്ധിപ്പിക്കുക. ആപ്ലിക്കൻസ് പൂൾ, പൂൾ എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രൂപ്പാണ്. ആപ്ലിക്കൻസിന്റെ കൂട്ടം, അതിനെ വർദ്ധിപ്പിക്കുകയും സൃഷ്ടിക്കുകയും ചെയ്യുന്നു. എന്ത്? റിക്രൂട്ട്മെന്റ്. രണ്ടാമത്തെ ഒരു കാര്യം എന്താണ്? റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് എന്തിനു സഹായിക്കുന്നു? ക്രിയേറ്റ് ആൻഡ് ഇൻക്രീസ് ആപ്ലിക്കൻസ് പൂൾ. Recruitment develops a pool of talented candidates to facilitate the selection of the most suitable candidates for the organization. ആ ഒരു കമ്പനിയിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള, മോസ്റ്റ് സ്യൂട്ടബിൾ ആണ് കേട്ടോ, ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാനായിട്ട് അതിന് വേണ്ടിയിട്ട് ഒരു ആപ്ലിക്കേഷന്റെ ഗ്രൂപ്പ്സ് റിക്രൂട്ട്മെന്റ് ഡെവലപ്പ് ചെയ്യും. ഇപ്പൊ നമ്മൾ 10 വേക്കൻസി ആണെങ്കിൽ നമ്മൾ എന്താണ്, 10 ആപ്ലിക്കേഷൻ ഫോം ആണോ അവിടെ വരുള്ളൂ? റിക്രൂട്ട്മെന്റിൽ ഇഷ്ടം പോലെ ഉണ്ടാവും, ഒരു 100 പേരോളം ഉണ്ടാവാം. അതിലാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ആദ്യം നമ്മൾ റിക്രൂട്ട്മെന്റ് നടത്തും. അതായത് എന്താ? ഒരു കൂട്ടം കാൻഡിഡേറ്റ്സ് വേണം, ആപ്ലിക്കൻസ് വേണം, അല്ലെങ്കിൽ ആപ്ലിക്കൻസിന്റെ പൂൾ വേണം. അതിന്റെ എന്താണ്, ഒരുപാട് ആപ്ലിക്കൻസിനെ സൃഷ്ടിക്കുക. അതാണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. Recruitment develop a pool of talented candidates. എന്തിനു വേണ്ടിയാ ഒരു കൂട്ടം കാൻഡിഡേറ്റ്സ് സൃഷ്ടിക്കുന്നത്? സെലക്ഷൻ, മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ളവരെ സെലക്ട് ചെയ്യാൻ. ഒരു 100 പേര് വന്നാലല്ലേ അതിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള 10 പേരെ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. ഇപ്പൊ ഒരു കമ്പനിയിൽ ആകെ 10 വേക്കൻസി ഉള്ളൂ, 10 പേരെ അപ്ലൈ ചെയ്തോളൂങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും അവരെ എടുക്കേണ്ടി വരും. അപ്പൊ ശരിക്കും നല്ല കഴിവുള്ളവരാവണമെന്നില്ലല്ലോ അല്ലേ. കമ്പനിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളവരെ വേണം സെലക്ട് ചെയ്യാൻ. അതിനെന്ത് വേണം? ഒരു ഗ്രൂപ്പ് ഓഫ് ആപ്ലിക്കൻസ് വേണം. അതെന്തിലൂടെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്? റിക്രൂട്ട്മെന്റിലൂടെയാണ് ഒരു കൂട്ടം കാൻഡിഡേറ്റ്സിനെ സൃഷ്ടിക്കുന്നത്. ക്ലിയർ ആണ് ആ പോയിന്റ്? നോക്കിയേ. അപ്പോ അങ്ങനെ വരുമ്പോ എന്താ? ഇറ്റ് ഹെൽപ്സ് ടു ഗ്യാദർ ആൻഡ് അപ്രോപ്രിയേറ്റ് നമ്പർ ഓഫ് acceptable applicants for each job position at minimum cost. അപ്പൊ എങ്ങനെയാ? ഏറ്റവും കുറഞ്ഞ കോസ്റ്റില് ഒരുപാട് ആപ്ലിക്കൻസിനെ അല്ലെ, ആപ്ലിക്കൻസിൽ നിന്നും ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ആപ്ലിക്കൻസ് അവരെ ഗ്യാദർ ചെയ്യാൻ, ശേഖരിക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. Then it has been observed that the worth of selectionന്റെ മൂല്യം, worth എന്ന് പറഞ്ഞാൽ എന്താ? മൂല്യം to an organization rises with the increase in the pool of potential candidates. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ഫസ്റ്റ് സെന്റൻസും അണ്ടർലൈൻ ചെയ്യണം, ലാസ്റ്റ് സെന്റൻസും അവിടെ അണ്ടർലൈൻ ചെയ്തിടണം. ഇനി എങ്ങനെയാണ് അപ്പൊ അതെങ്ങനെ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്? ഹാസ് ബീൻ ഒബ്സർവ് ദാറ്റ് ദ വർത്ത് ഓഫ് സെലക്ഷന്റെ മൂല്യം എപ്പോഴാണ് കൂടുന്നത്? To an organization rises with the increase in the pool of potential candidates. അല്ലേ? അതായത് പൊട്ടൻഷ്യൽ, അതിന് കഴിവുള്ള കാൻഡിഡേറ്റ്സിനെ, ആപ്ലിക്കൻസിന്റെ പൂള് കൂടുമ്പോഴല്ലേ, ഒരുപാട് നമ്പർ ഓഫ് ആപ്ലിക്കൻസ് ഉണ്ടാകുമ്പോഴല്ലേ സെലക്ഷന്റെ മൂല്യം കൂടുന്നത്. എന്നാലല്ലേ നമുക്ക് അതിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളവരെ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ 100 പേരുണ്ട് കേട്ടോ, 100 ആപ്ലിക്കൻസ് ഉണ്ട്, എനിക്ക് 5 പേരെ മതി. അപ്പൊ ആ സെലക്ഷന്റെ മൂല്യം, നല്ല ആളുകളെ ആയിരിക്കും ഞാൻ 5 പേരെ സെലക്ട് ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങള്, 100 കാൻഡിഡേറ്റ്സിൽ നിന്ന് 5 പേരെ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നോക്കി, ആ 5 പേരെന്ന് പറഞ്ഞാൽ 100 പേരിലെ ഏറ്റവും ബെസ്റ്റ് ആണ് അല്ലേ. 100 പേരില് നമ്മള് റിക്രൂട്ട്മെന്റ് ഒക്കെ നടത്തിയിട്ടാണ് നമ്മൾ അതിൽ നിന്ന് 5 പേരെ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ ഏറ്റവും മോസ്റ്റ് ടാലന്റ് ആയിട്ടുള്ളവരായിരിക്കും ആ 5 പേര്. അപ്പൊ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് തെറ്റിയിട്ടില്ലല്ലോ, സെലക്ഷന്റെ മൂല്യം അവിടെ കൂടും. എന്നാ ആകെ 5 പേരെ വന്നുള്ളൂ, ആ 5 പേരെ നമ്മൾ എടുക്കേണ്ട അവസ്ഥ വന്ന മൂല്യം ഉണ്ടോ? സെലക്ഷന്റെ മൂല്യം കുറവാണ്. നേരെ തിരിച്ചും വരാം. ക്ലിയർ ആയോ ആ പോയിന്റ്? ഓക്കെ അല്ലേ?
ലാസ്റ്റ് പോയിന്റും ലാസ്റ്റ് എന്താണ് സെന്റൻസും ഫസ്റ്റ് സെന്റൻസും അണ്ടർലൈൻ ചെയ്യുക കേട്ടോ. റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കൂട്ടം കാൻഡിഡേറ്റ്സിനെ സൃഷ്ടിക്കണം. അതാണ് റിക്രൂട്ട്മെന്റ്. ഡെവലപ്പ് എ പൂൾ ഓഫ് കാൻഡിഡേറ്റ്സ്. എന്തിനു വേണ്ടിയാ? ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ആപ്ലിക്കൻസിന്റെ പൂള് കൂടുതലാണെങ്കിൽ സെലക്ഷന്റെ മൂല്യം കൂടും. അത് അണ്ടർലൈൻ ചെയ്യുക കേട്ടോ ലാസ്റ്റത്തെ. ഇനി അടുത്ത പോയിന്റ് എന്താ? അതിനകത്ത് തന്നെ നോക്കിയ അടുത്ത പോയിന്റ് എല്ലാം അതിന്റെ സെയിം തന്നെയാണ്. ഇൻ ഫാക്ട് എ ലാർജ് ഗ്രൂപ്പ് ഓഫ് ക്വാളിഫൈഡ് ആപ്ലിക്കൻസ് ഇൻഡിക്കേറ്റ് there are more suitable applicants available for the vacant job position. നമ്മളിപ്പോ പറഞ്ഞത് തന്നെയാ കണ്ടോ. ഒരു കൂട്ടം ഒരു ലാർജ് ഗ്രൂപ്പ് ഓഫ് ക്വാളിഫൈഡ് ആപ്ലിക്കൻസ് എന്ന് പറഞ്ഞ എന്താ സൂചിപ്പിക്കുന്നത്? ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഉണ്ട് അല്ലെ? മോർ സ്യൂട്ടബിൾ ആയിട്ടുള്ള ആപ്ലിക്കൻസ് അവൈലബിൾ ആണ്. ആ ജോബ് വേക്കൻസി ഫില്ല് ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ആപ്ലിക്കൻസ് അവൈലബിൾ ആണ് എന്നാണ് ഒരു കൂട്ടം ലാർജ് ഗ്രൂപ്പ് ഓഫ് ആപ്ലിക്കൻസ് എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതും അണ്ടർലൈൻ ചെയ്തു. ഇനി a selection program there has an excellent possibility of recognizing only well qualified individual. നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള യോഗ്യതയുള്ളവരെ മാത്രം നമ്മൾ അംഗീകരിക്കുന്നതിനുള്ള മികച്ച സാധ്യതയുണ്ട് സെലക്ഷൻ പ്രോഗ്രാമില്. അതായത് എന്താണ്? ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളവരെ അവിടെ സെലക്ട് ചെയ്യുള്ളൂ. ഓൺ ദ അതർ ഹാൻഡ്, മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ, ഇഫ് ദ റിക്രൂട്ട്മെന്റ് പ്രോഗ്രാം അട്രാക്ട് സ്മോളർ നമ്പർ ഓഫ് ആപ്ലിക്കൻസ്, കുറച്ച് പേരെ റിക്രൂട്ട്മെന്റിൽ അട്രാക്ട് ചെയ്തുള്ളൂ, കുറച്ച് ആപ്ലിക്കൻസ് മാത്രമേ ഉള്ളൂ, ഇൻ കമ്പാരിസൺ ടു ദ നമ്പർ ഓഫ് അവൈലബിൾ പൊസിഷൻ. ഏതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ? അവിടെ ലഭ്യമായിട്ടുള്ള പൊസിഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ആപ്ലിക്കൻസ് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ then the situation of repeating the entire recruitment process may occur. അപ്പൊ എന്ത് ചെയ്യണം? ആ റിക്രൂട്ട്മെന്റ് പ്രോസസ് വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. നമ്മൾ പറഞ്ഞത് തന്നെയാ കണ്ടോ. വേക്കൻസി 5 ഉള്ളൂ, ആകെ 5 ആപ്ലിക്കൻസ് മാത്രമേ വന്നുള്ളൂ. കമ്പനി നോക്കുകയാണ്. അപ്പൊ അതിൽ നിന്ന് 3 പേരെ കമ്പനിക്ക് എങ്ങനെയെങ്കിലും സെലക്ട് ചെയ്യാം. ബാക്കി 2 പേരും ഒരു രീതിയിലും നമുക്ക് ആ പോസ്റ്റിൽ കൊടുക്കാൻ പറ്റാത്തവരാണ്. അപ്പൊ കമ്പനി എന്ത് ചെയ്യും? വീണ്ടും റിക്രൂട്ട്മെന്റ് പ്രോസസ് നടത്തേണ്ടി വരും. മനസ്സിലായോ? അപ്പോ സ്മോൾ നമ്പർ ഓഫ് ആപ്ലിക്കൻസിനെയാണ് റിക്രൂട്ട്മെന്റ് അട്രാക്ട് ചെയ്യുന്നതെങ്കിൽ ഏതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ? അവൈലബിൾ ആയിട്ടുള്ള ജോബ് പൊസിഷനായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് പേരെയാണ് കമ്പനി റിക്രൂട്ട്മെന്റ് അട്രാക്ട് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യണം? ആ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ. ഇനി അടുത്തത് എന്താണ് ഇമ്പോർട്ടൻസ്? ഇൻക്രീസ് ദ സക്സസ് റേറ്റ് ഓഫ് സെലക്ഷൻ. ഈ സെലക്ഷന്റെ സക്സസ് റേറ്റ് വർദ്ധിപ്പിക്കുന്നതിന് ഒരുപാട് പേരുണ്ടെങ്കിലല്ലേ സെലക്ഷൻ സക്സസ് ആവുള്ളൂ. അതാണ് റിക്രൂട്ട്മെന്റിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞ എന്താണ്? ഇൻക്രീസ് ദ സക്സസ് റേറ്റ് ഓഫ് സെലക്ഷൻ. സെലക്ഷന്റെ ആ സെലക്ഷൻ എന്ന് പറയുന്നത് മികച്ച ഒരു നല്ലൊരു അതിന്റെ വിജയ റേറ്റ് വർദ്ധിക്കണമെങ്കിൽ എന്ത് വേണം? റിക്രൂട്ട്മെന്റ് വേണം. By lowering the percentage of applicants who are either less qualified or who are the undesired, KSAS, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. നോളജ്, K stands for knowledge, S എന്ന് പറഞ്ഞ സ്കിൽസ്, A എന്ന് പറഞ്ഞ എബിലിറ്റി. ഇങ്ങനെയുള്ളവരെ, അങ്ങനെ നോളജ് കുറഞ്ഞവര്, കഴിവ് കുറഞ്ഞവര്, എബിലിറ്റി കുറഞ്ഞവര്, അങ്ങനെയുള്ള ആപ്ലിക്കൻസിന്റെ പെർസെന്റേജ് താഴ്ത്തുക, അവര് കുറയുക എന്നുള്ളത് എന്താണ് പറഞ്ഞേക്കുന്നത്? അങ്ങനെയുള്ളവരുടെ പെർസെന്റേജ്, അങ്ങനെയുള്ള ആപ്ലിക്കൻസിന്റെ പെർസെന്റേജ് കുറയ്ക്കുമ്പോൾ who are either less qualified, who have been undesired for the recruiting organization, in recruitment increase the success rate of selection process. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. Lowering the percentage of applicants who are less qualified. ക്വാളിഫിക്കേഷൻ കുറഞ്ഞ അല്ലെങ്കിൽ ആ ജോലിക്ക് ആപ്റ്റ് അല്ലാത്ത ആപ്ലിക്കൻസിന്റെ പെർസെന്റേജ് കുറയ്ക്കുക എന്നുള്ളത് എന്താണ് ഉദ്ദേശിക്കുന്നത്? അത് ഈ സെലക്ഷൻ പ്രോസസ്സിന്റെ ആ സക്സസ് റേറ്റിനെ വർദ്ധിപ്പിക്കും.
increase the success rate of selection process. ഇനി ചില ജോലിയൊക്കെ നമ്മൾ റിക്രൂട്ട്മെന്റ് നടത്തുമ്പോൾ അവര് പറയും അല്ലേ എംകോം ഉള്ളവര് അപ്ലൈ ചെയ്യുക അല്ലേ, അങ്ങനെ കേട്ടിട്ടില്ലേ? ആ ഒരു ഇതും കൂടി പറയും. അല്ലാതെ അപ്പൊ എന്ന് പറഞ്ഞാൽ എംകോം ഉള്ളവർ മാത്രമേ അവിടെ അപ്ലൈ ചെയ്യുള്ളൂ. അപ്പൊ കമ്പനിക്ക് എന്താ പറയാ, കമ്പനിയുടെ ആ സെലക്ഷൻ പ്രോസസ്സ് വർദ്ധിക്കും. അപ്പൊ എന്ന് പറഞ്ഞാൽ ചിലപ്പോ ഒരു 20 പേരെ അപ്ലൈ ചെയ്തിട്ടുണ്ടാവുള്ളൂ. കമ്പനി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അല്ലെ, റിക്രൂട്ട്മെന്റ് പറഞ്ഞിട്ടുണ്ട് എംകോം ഉള്ളവര് മാത്രം അപ്ലൈ ചെയ്യുക. അപ്പൊ എംകോം കഴിഞ്ഞവര് 20 പേരേ ഉള്ളൂ. അപ്പൊ 20 പേരും എംകോം കഴിഞ്ഞവരാണ്. അതായത് ആ വേക്കൻസി ഫില്ല് ചെയ്യാൻ അവർ ഓക്കെയാണ്. അടുത്ത 5 പേരേ ഒഴിവുള്ളൂ. എന്നിട്ട് കമ്പനി എന്ത് ചെയ്താൽ മതി, ആ 20 പേരെ മാത്രം ഇന്റർവ്യൂ ഒക്കെ ചെയ്താൽ മതി. റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് 20 പേരെ പോരെ, എന്നിട്ട് അതിൽ നിന്ന് ബെസ്റ്റ് ആയിട്ടുള്ളത് സെലക്ട് ചെയ്യും. ഇനി കമ്പനി അവിടെ ഒരു മാനദണ്ഡവും പറഞ്ഞിട്ടില്ല. അപ്പൊ അതായത് ഇപ്പൊ നമ്മൾ 10th പാസ്സായവര് മുതലൊക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്യാം. അതായത് അവിടെ കുറേ ആപ്ലിക്കൻസ് ഉണ്ട്. അപ്പൊ എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരുപാടാവുമ്പോ കമ്പനിക്ക് എല്ലാ രീതിയിലും നഷ്ടമാണ്. ചില ഇതിനകത്തൊക്കെ അങ്ങനെ പറയാറില്ലേ, ഒരു ക്വാളിഫിക്കേഷൻ ഒക്കെ അവർ എടുത്ത് പറയാറില്ലേ. അപ്പൊ അങ്ങനെയുള്ളവര് മാത്രം അപ്ലൈ ചെയ്താൽ മതി. അല്ലാത്തവര് വെറുതെ അപ്ലൈ ചെയ്യണ്ട. അതായത് ഈ ക്വാളിഫിക്കേഷൻ കുറഞ്ഞ ആപ്ലിക്കൻസിന്റെ പെർസെന്റേജ് കുറയ്ക്കുക എന്നുള്ളത് എന്താണ് കാണിക്കുന്നത്, സെലക്ഷൻ പ്രോസസ്സിന്റെ സക്സസ് റേറ്റ് ആണ്, അതായത് വിജയമാണ് അല്ലെ. അപ്പൊ ആ 20 പേരെ അപ്ലൈ ചെയ്യും, 20 പേരും അതായത് സെലക്ഷൻ പ്രോസസ്സ് വിജയം. മനസ്സിലായോ എന്താ അവിടെ പറയണേന്നുള്ളത്? എല്ലാവർക്കും പിടികിട്ടിയോ എന്താണ് ആ പറഞ്ഞേക്കുന്നത് എന്നുള്ളത്? ആ ഓക്കെ. അപ്പൊ അവര് വിജയിച്ചു, കമ്പനി വിജയിച്ചു. അതായത് സെലക്ഷൻ പ്രോസസ്സിന്റെ സക്സസ് റേറ്റ് ആണ് ക്വാളിഫിക്കേഷൻ കുറഞ്ഞവരുടെ പെർസെന്റേജ് കുറയ്ക്കുക എന്നുള്ളത്. അവിടെ KSAS എന്ന് പറഞ്ഞാൽ ഒന്ന് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. KSAS സ്റ്റാൻഡ്സ് ഫോർ എന്താ? K എന്ന് പറഞ്ഞാൽ നോളജ്, S എന്ന് പറഞ്ഞാൽ സ്കില്ല്, then A എന്ന് പറഞ്ഞാൽ എബിലിറ്റീസ്. ഇനി സ്റ്റാഫ് ടൈം, മെറ്റീരിയൽ ആൻഡ് ഫിസിക്കൽ ഫെസിലിറ്റീസ് ആർ നീഡഡ് ബൈ ദിസ് കൈൻഡ് ഓഫ് പ്രോസസിംഗ്. നമ്മൾ പറഞ്ഞില്ലേ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിൽ അതിന് വേണ്ട റിക്രൂട്ട്മെന്റ് നടത്താൻ ആവശ്യത്തിന് സ്റ്റാഫ് വേണം, അവർക്കുള്ള സമയം, അതിന് വേണ്ട മെറ്റീരിയൽസ്, ഫിസിക്കൽ ഫെസിലിറ്റി, ഇതെല്ലാം ഈ ഒരു റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞ പ്രോസസ്സിന് വേണം. If the recruitment program bring applicants who do not match the job requirements for the vacant job position, the result can be terrible. Terrible എന്ന് പറഞ്ഞാൽ ഭയാനകമാണ്. ഇനി നമ്മൾ മാച്ച് അല്ലാത്ത ആ ജോബ് പോസ്റ്റ് നിർവഹിക്കാൻ, ജോബ് പൊസിഷനിൽ ഇരിക്കാൻ ഒട്ടും മാച്ച് അല്ലാത്തവരുടെ ആവശ്യകത. അപ്പൊ അങ്ങനെയുള്ളവരാണ്. അപ്പൊ അങ്ങനെയുള്ളവരെ വെച്ചിട്ട് കമ്പനി ആ ജോബ് പൊസിഷൻ വേക്കൻസി ഫില്ല് ചെയ്യുവാണെങ്കിൽ അതിന്റെ റിസൾട്ട് എന്തായിരിക്കും? ഭയാനകമായിരിക്കും അല്ലേ. ഒരു ക്വാളിഫിക്കേഷനും ഇല്ല ആ പോസ്റ്റിൽ ഇരിക്കാൻ. ആ ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ഒരാളെ കൊണ്ടുവച്ചാല് അയാള് ചെയ്യുന്ന മുഴുവനും പൊട്ടത്തെറ്റായിരിക്കും അല്ലെ. കമ്പനിക്ക് ഒരുപാട് നഷ്ടം വരൂലേ. അപ്പൊ അങ്ങനെ ഇരിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ കമ്പനിക്ക് എന്താണ്, ആ കമ്പനി അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഒരു ഭയാനകം തന്നെയായിരിക്കും. ടെറിബിൾ, ഭയാനകം. The expense done not evaluating the inappropriate candidates can go in vain. Vain എന്ന് പറഞ്ഞാൽ എന്താ? പാഴാകുക. അപ്പോ അനുയോജ്യമല്ലാത്ത ആപ്ലിക്കൻസിനെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ടൈമും വെറുതെ പാഴാകും അല്ലേ. 100 പേര് വന്നു, അതിൽ 20 പേരെ ശരിക്കും ക്വാളിഫിക്കേഷൻ ഉള്ളവരുള്ളൂ, ബാക്കി 80 പേരെ റിക്രൂട്ട്മെന്റ് നടത്താന്നൊക്കെ പറയുമ്പോ അത് വെറുതെ അല്ലേ, വെറുതെ ഒരു പാഴ്ചെലവ് തന്നെയല്ലേ അത് അല്ലേ. അതാണ് നമ്മൾ ആ ഒരു ക്വാളിഫിക്കേഷൻ ഒക്കെ കുറച്ച് മെൻഷൻ ചെയ്യുവാണെങ്കിൽ കമ്പനിക്ക് നഷ്ടമാണ്. അത്രയും അവർക്ക് വേണ്ടി ഇപ്പൊ 10ാം ക്ലാസ് പാസ്സായ ഒരാളെ വെറുതെ ഇന്റർവ്യൂ ഒക്കെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അയാൾക്ക് വേണ്ടി ചെലവാക്കുന്ന സമയവും പൈസയൊക്കെ കമ്പനിക്ക് നഷ്ടമല്ലേ. അവർക്കറിയാം, കമ്പനിക്കും അറിയാം ഒരിക്കലും 10th പാസ്സായ ഒരാളെ അവിടെ ആ പോസ്റ്റിൽ പറ്റൂല എന്ന്. അപ്പൊ പിന്നെ വെറുതെ അവർ അപ്ലൈ ചെയ്ത് അവരെ നോക്കിയപ്പോ ഒരുപാട് സമയം പോകും കമ്പനിക്ക്. അപ്പൊ അങ്ങനെ വരുമ്പോഴെന്താണ് അതിനു വേണ്ടി നമ്മൾ ചെലവാക്കുന്ന എക്സ്പെൻസ് അനുയോജ്യമില്ലാത്ത ആപ്ലിക്കൻസിനെ അവർക്ക് വേണ്ടി അവരെ ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടി അതിനു വേണ്ടി ചെലവാക്കുന്ന പൈസ വെറുതെ പാഴായി പോകും. The expense done on evaluating the inappropriate candidates can go in vain. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. വെറുതെ പാഴാകും.
Moreover, അതിലുപരിയായിട്ടോ the extra time required for determining human resource recruitment and the selection increases the organization expense as well. അതുപോലെ ആ കമ്പനിയുടെ എക്സ്പെൻസ് കൂടും. കമ്പനിയുടെയും എന്ത് ചെയ്യുന്നു, എക്സ്പെൻസ് അവിടെ കൂടും. ഇനി അടുത്ത ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണോട്ടോ, അതില്ല. ഇനി നെക്സ്റ്റ് നോക്കിയേ, നാലാമത്തെ പോയിന്റ് എന്താ, മീറ്റ്സ് ഓർഗനൈസേഷൻ ഒബ്ലിഗേഷൻസ്. ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, കടമകള് അല്ലെങ്കിൽ ബാധ്യതകള്, അല്ലെങ്കിൽ ബാധ്യതകള്. മീറ്റ്സ് ഓർഗനൈസേഷൻസ് obligation, ഓർഗനൈസേഷന്റെ ബാധ്യതകള് അത് മീറ്റ് ചെയ്യുന്നു. The objective of recruitment is to meet the organization legal and social obligations concerning the demographic composition of the workers. വർക്കേഴ്സിന്റെ ജനസംഖ്യാപരമായിട്ടുള്ള കോമ്പോസിഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കമ്പനി സോഷ്യൽ ലീഗൽ ഒബ്ലിഗേഷൻസ്, കടമകൾ പാലിക്കണം. റിക്രൂട്ട്മെന്റ് തോന്നിയ രീതിക്ക് ചെയ്യാൻ പാടില്ല. അതായത് ഇത്ര പോസ്റ്റ് വേണം, ഇത്ര പോസ്റ്റിന്റെ ഇത്ര ആപ്ലിക്കൻസ് വേണം, അതിന് ഇത്ര പോസ്റ്റ് ഇന്നവർക്കായിരിക്കണം എന്നൊക്കെയുള്ള ലീഗലി സോഷ്യൽ ഒബ്ലിഗേഷൻസ് ഉണ്ട്, കടമകള് ബാധ്യതകളുണ്ട്, നിയമപരമായിട്ടുള്ള സോഷ്യൽ ആയിട്ടുള്ള കടമകളും കാര്യങ്ങളും ഉണ്ട് കമ്പനിയെ സംബന്ധിച്ച്. അതെന്തുമായിട്ട് ആ ഡെമോഗ്രാഫിക് കോമ്പോസിഷൻ, വർക്കേഴ്സിന്റെ ഡെമോഗ്രാഫിക് ജനസംഖ്യാപരമായിട്ടുള്ള ആ കോമ്പോസിഷനുമായിട്ട് മാച്ച് ചെയ്യുന്ന അതുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലായിരിക്കണം. അതായത് an organization complies with the various laws and directive has frequently judged by the demographic features of those recruited and selected. റിക്രൂട്ട് ചെയ്യുന്നവരുടെ, സെലക്ട് ചെയ്യുന്നവരുടെ ഡെമോഗ്രാഫിക് ഫീച്ചേഴ്സുമായിട്ട് എന്താണ് അത് നേരെ അതിന് അനുയോജ്യമായ രീതിയിലായിരിക്കണം. അത് ഒന്നുകൂടി ക്ലിയർ ആക്കിയാണ് പറയുകയാണെങ്കിൽ, the demographic features of selected candidates are directly proportional to the features of the applicants pool. അണ്ടർലൈൻ ചെയ്ത ആ സെന്റൻസ് അതിൽ അണ്ടർലൈൻ ചെയ്യണം. ഈ ഡെമോഗ്രാഫിക് കോമ്പോസിഷൻ, അതായത് നമ്മൾ ആപ്ലിക്കൻസ് പൂളില്ലേ, അവർക്കടെ ആ ഇത് ഏതുമായിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കണം. ആ ഈ സെലക്ട് ചെയ്ത കാൻഡിഡേറ്റ്സ് ഇല്ലേ, അവരുടെയും ആ ആപ്ലിക്കൻസ് പൂളിന്റെയും ഫീച്ചേഴ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കണം. അതായത് ഉണ്ടല്ലോ, ഒരു കമ്പനി ഇപ്പൊ ഒരു റിക്രൂട്ട്മെന്റ് നടത്തുകയാണെങ്കിൽ ഇത്ര ഒഴിവ്, 10 ഒഴിവിന് ഇത്രയും ആപ്ലിക്കൻസ് മതി, ഒരു പ്രൊപ്പോർഷനേറ്റ് ഉണ്ട്. അല്ലാതെ ഇപ്പൊ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ഒഴിവുള്ളൂ, 1000 ആപ്ലിക്കേഷൻ ഫോം, അത് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊപ്പോർഷണൽ ആണോ? അപ്പൊ അതിനനുസരിച്ചായിരിക്കണം എന്ന് മനസ്സിലായോ അവിടെ പറഞ്ഞേക്കുന്നത്. അതായത് സെലക്ഷൻ രീതിയിൽ, പിന്നെ സെലക്ഷൻ ആണെങ്കിലും നമ്മൾ ഇത്രയും പേരിൽ നിന്ന് ഇത്രയും പേരെങ്കിലും സെലക്ട് ചെയ്യണമെന്നുണ്ട് നമുക്ക്. അതായത് സെലക്ഷൻ നടത്തുമ്പോൾ നമ്മൾ ഈ ഡെമോഗ്രാഫിക് കോമ്പോസിഷൻ നല്ല രീതിയിൽ പ്രൊപ്പോർഷണൽ ആയില്ലെങ്കിൽ സ്കിൽഡ് ആയിട്ടുള്ള ഈ നമ്മളെ പേഴ്സൺസിന്റെ ഒക്കെ ആവശ്യകത ഫുൾഫിൽ ചെയ്യാൻ അവിടെ പറ്റില്ല നമുക്ക്. അപ്പൊ എപ്പോഴും കമ്പനി അതും കൂടി ശ്രദ്ധിക്കണം. നമുക്ക് ഇപ്പൊ അതിന് അനുയോജ്യമായിട്ടുള്ള ആപ്ലിക്കൻസ് തന്നെയായിരിക്കണം. അതായത് ആ സെലക്ഷന്റെയും ആ ആപ്ലിക്കൻസ് പൂളും അതെങ്ങനെയായിരിക്കണം, ഫീച്ചേഴ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കണം. ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടെ ആ സെന്റൻസ്. If the recruitment program fails to provide the current pool of applicants, then it is quite apparent that the selection program will not be able to fulfill the required set of skilled personnel. ഇനി അത് പ്രൊപ്പോർഷണൽ ആയില്ലെങ്കിലോ, എന്ത് ചെയ്യും? സെലക്ഷൻ നടത്തുമ്പോൾ നമ്മളത് നല്ല രീതിയിൽ പ്രൊപ്പോർഷണൽ ആയില്ലെങ്കിൽ സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സന്റെ ഒക്കെ ആവശ്യകതയെ ഫുൾഫിൽ ചെയ്യാനായിട്ട് കമ്പനിക്ക് പറ്റില്ല. അപ്പൊ അതാണ് നമ്മൾ ഏകദേശം നമ്മളൊരു ജോലി അതിന്റെ ഏകദേശം ക്വാളിഫിക്കേഷൻ ഒക്കെ ഉള്ളവർ അനുസരിച്ചുള്ളവരായിരിക്കണം ആപ്ലിക്കേഷൻസ് പൂൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ വേക്കൻസി ഫില്ല് ചെയ്യാൻ പറ്റില്ലല്ലോ. ഫില്ല് ചെയ്യാൻ പറ്റോ? ഇല്ല. അപ്പൊ എപ്പോഴും എന്താണ്, ഡെമോഗ്രാഫിക് ഫീച്ചേഴ്സ് ഓഫ് ദ സെലക്ടഡ് കാൻഡിഡേറ്റ്സ് ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കണം. ഏതിന്? ടു ദ ഫീച്ചേഴ്സ് ഓഫ് ദ ആപ്ലിക്കൻസ് പ്രോഗ്രാം. ഈ റിക്രൂട്ട്മെന്റ് പ്രോഗ്രാമിന്റെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ എന്താ? മാക്സിമം ആപ്ലിക്കൻസിനെ റിസീവ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്, അല്ലെ? അപ്പൊ നമ്മൾ ഈ ഒരു റിക്രൂട്ട്മെന്റ് പ്രോഗ്രാം നടത്തുമ്പോൾ അവിടുത്തെ ഡെമോഗ്രാഫിക് കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്.
നമ്മുടെ ആ ഓർഗനൈസേഷന്റെ പരിധിയിലുള്ള ഏരിയയില് വർക്ക് ചെയ്യാനായിട്ട് അതിന് ആപ്റ്റ് ആയിട്ടുള്ള വർക്കേഴ്സ് ഉണ്ടോ എന്ന് നോക്കണം. അല്ലേ? ക്വാളിഫൈഡ് ഉള്ള വർക്കേഴ്സ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ റിക്രൂട്ട്മെന്റിന് ഒരു പ്രാധാന്യം തന്നെയാണ്. ഇപ്പൊ നമ്മളൊരു പുതിയൊരു ഇത് തുടങ്ങുകയാണെങ്കിൽ അവിടെ അതിന് മാച്ച് ആയിട്ടുള്ളവർ ഉണ്ടോ എന്നും കൂടി കമ്പനി അത് നോക്കണം. അതാണ് ഡയറക്ട്ലി പ്രൊപ്പോഷണൽ ആയിരിക്കണം ഏത് രീതിയിൽ എടുക്കുമ്പോഴാണെങ്കിലും. ആ സെന്റൻസ് മാത്രം അതിലൊന്ന് അണ്ടർലൈൻ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ക്ലിയർ ആണ് ആ പോയിന്റ്? ഇത്തിരി ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി എന്താണ് ആ പോയിന്റ്സ് ഉദ്ദേശിക്കുന്നതെന്നുള്ളത്. അപ്പൊ ഡയറക്ട്ലി പ്രൊപ്പോഷണൽ ആയിരിക്കണം. ഇനി അഞ്ചാമത്തെ എന്താ? ഇൻക്രീസ് ആൻഡ് ഇവാലുവേറ്റ് എഫക്റ്റീവ്നെസ്. ഫലപ്രാപ്തി വർദ്ധിപ്പിക്കുകയും അതിനെ വിലയിരുത്തുകയും ചെയ്യുന്നു. The present as well as future effectiveness of the individual, the organization get increase ചെയ്യും ഏത്? Due to recruitment. റിക്രൂട്ട്മെന്റിലൂടെ ഇൻക്രീസ് ചെയ്യും. ഓർഗനൈസേഷന്റെ ഫലപ്രാപ്തി, ആ ഇൻഡിവിജ്വലിന്റെ വ്യക്തികളുടെ ഫലപ്രാപ്തി ഒക്കെ എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യും. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. ഫലപ്രാപ്തി വർദ്ധിക്കും റിക്രൂട്ട്മെന്റ് വഴി. It also assess the effectiveness of the variety of recruiting method. ഇനി എന്താ? പലതരത്തിലുള്ള റിക്രൂട്ട്മെന്റ് മെത്തേഡ് ഉണ്ട്, അതിന്റെ ഫലപ്രാപ്തിയും വർദ്ധിക്കും. For all the type of job applicants, sources of all and the sources for all the type of job applicants. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്? അവിടെ നമ്മള് ആ ഇൻഡിവിജ്വലിന്റെ ഓർഗനൈസേഷന്റെ ഒക്കെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് വഴി അതിന്റെ ഫലപ്രാപ്തി വർദ്ധിക്കും. പിന്നെ റിക്രൂട്ടിംഗ് മെത്തേഡിന്റെ ഫലപ്രാപ്തി അസസ് ചെയ്യാനും പറ്റും. അത് സോഴ്സസും ജോബ് ആപ്ലിക്കൻസിന് പല ടൈപ്പ് ഓഫ് ജോബ് ആപ്ലിക്കൻസ് ഉണ്ട്, അവരെ ലഭ്യമാകുന്ന സോഴ്സ് അതിന്റെയും അതുപോലെ റിക്രൂട്ടിംഗ് മെത്തേഡിന്റെയും ഫലപ്രാപ്തി വിലയിരുത്തുന്നു. ലാസ്റ്റ് ഒരു പോയിന്റ് കൂടി ഉള്ളൂ, റിഡ്യൂസ് ടേൺ ഓവർ. ടേൺ ഓവർ കുറയ്ക്കാൻ പറ്റുന്നു. എന്താ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ എന്താ? ജോലിയിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നത് കേട്ടോ. റിഡ്യൂസ് ടേൺ ഓവർ. വാട്ട്സ് ദ റിക്രൂട്ടഡ് ആൻഡ് സെലക്ടഡ്. ഇനി നമ്മൾ ഒരു പ്രാവശ്യം റിക്രൂട്ട് ചെയ്തു, അവരെ സെലക്ട് ചെയ്തു. ദ റിക്രൂട്ട്മെന്റ് പ്രോസസ് മിനിമൈസ് ദ ചാൻസസ് ദാറ്റ് ദ ജോബ് ആപ്ലിക്കൻസ് വിൽ ക്വിറ്റ് ദ ഓർഗനൈസേഷൻ ഇൻ ദ ഇനിഷ്യൽ ഫേസ് ഓഫ് ദ പ്ലേസ്മെന്റ്. ആ പ്ലേസ്മെന്റിന്റെ ആദ്യഘട്ടം, അതായത് ആ ജോലിയിലേക്ക് കയറുന്ന ആദ്യ ഘട്ടത്തിൽ തന്നെ എന്താണ്? ജോബ് ആപ്ലിക്കൻസ് ആ ജോലി വേണ്ടാന്ന് വെച്ച് പോകാനുള്ള സാധ്യതയെ നമ്മളൊരു റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് കുറയ്ക്കും. അല്ലെ? കറക്റ്റ് ആയിട്ടല്ലേ നമ്മൾ ചെയ്തത്? റിക്രൂട്ട്മെന്റ് പ്രോസസ് നടത്തി ആപ്റ്റ് ആയിട്ടുള്ളവരെ സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് ജോലിക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല, അല്ലെ? അവര് അവിടെ തന്നെ വർക്ക് ചെയ്യാൻ തുടങ്ങും. അല്ലാതെ പെട്ടെന്ന് ഇനി ആ ജോലി പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് വേണ്ടെന്ന് വെക്കുന്നത് ആ ടേൺ ഓവറിനെ കുറയ്ക്കാൻ പറ്റും റിക്രൂട്ട്മെന്റിലൂടെ. കേട്ടോ? ദിസ് ടേൺസ് റിസൾട്ട് ഈസ് ഇൻ റീടെൻഷൻ ഓഫ് എ പൊട്ടൻഷ്യൽ എംപ്ലോയി. റീടെൻഷൻ എന്ന് പറഞ്ഞാൽ നിലനിർത്തുക. ഇതെന്ത് ചെയ്യുന്നു? ആ നിലവിലുള്ള നല്ല കഴിവുള്ള സാധ്യതയുള്ള എംപ്ലോയിനെ നിലനിർത്താനും പറ്റുന്നു. അതിന്റെ ഫലമായിട്ട് നിലവിലുള്ള സാധ്യതയുള്ള എംപ്ലോയീസിനെ നിലനിർത്താനും പറ്റും. ക്ലിയർ അല്ലേ? ടേൺ ഓവറിനെ കുറയ്ക്കും. അതും റിക്രൂട്ട്മെന്റിന്റെ ഒരു പ്രാധാന്യമാണ്. നിങ്ങൾ ഇതും ആ ഇമ്പോർട്ടൻസിന്റെ മെയിൻ പോയിന്റ്സുകൾ നോക്കണം കേട്ടോ. ഓക്കെ അല്ലേ? അടുത്ത ക്ലാസ്സിലേക്ക് ഇതൊന്ന് വായിച്ചു വെച്ചേക്കണം. എന്തെങ്കിലും സംശയമുണ്ടോ? പ്രസന്റ് ഫ്യൂച്ചർ റിക്വയർമെന്റ്സിനെ നിർണ്ണയിക്കാൻ പറ്റും. പിന്നെ ആപ്ലിക്കേഷൻസിന്റെ പൂള് അതിനെ വർദ്ധിപ്പിക്കാൻ പറ്റും. പിന്നെ സക്സസ് റേറ്റ് ഓഫ് സെലക്ഷൻ അത് വർദ്ധിപ്പിക്കാൻ പറ്റും. ഓർഗനൈസേഷന്റെ കടമകളെ നിറവേറ്റാൻ പറ്റും. എഫക്റ്റീവ്നെസ് അതിന്റെ ഫലപ്രാപ്തി വർദ്ധിപ്പിക്കാൻ പറ്റും. ടേൺ ഓവറിനെ കുറയ്ക്കാനും പറ്റും. ക്ലിയർ അല്ലേ? ഇത് വായിച്ച് മനസ്സിലാക്കി വെക്കാം. മോക്ക് ടെസ്റ്റുകൾ ഇന്നിപ്പോ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ അഞ്ചെണ്ണം കൊടുക്കും. ഇതിൽ കൃത്യമായിട്ട് മോക്ക് ടെസ്റ്റുകളും ചെയ്ത് വെക്കണം കേട്ടോ. ഓക്കെ, എല്ലാവർക്കും വിശന്ന് തുടങ്ങിയോ? ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണോ ക്ലാസ്സിൽ കയറിയത് അമ്മമാരൊക്കെ? ഓക്കെ, അല്ലാത്ത അവരുടെ അമ്മമാരവിടെ ഓൾറെഡി റെഡിയാക്കുന്നുണ്ടാവും അല്ലെ? നിങ്ങൾ ക്ലാസ് ചെയ്ത് കഴിഞ്ഞ് ചെല്ലേണ്ട താമസം ഉണ്ടാവുള്ളൂ അല്ലെ ഫുഡൊക്കെ കഴിക്കാൻ. എന്നാൽ അവരൊക്കെ പോയി ഫുഡ് കഴിച്ചോ. കറക്റ്റ് ആയിട്ട് തന്നെ വായിച്ച് കാര്യങ്ങൾ ഇത് മനസ്സിലാക്കി വെക്കണം. നമുക്കിത് ഫുള്ള് ബൈഹാർട്ട് ചെയ്ത് വെക്കാൻ പറ്റില്ല. അപ്പൊ കാര്യങ്ങൾ എന്താണെന്നുള്ളത് വായിച്ച് മനസ്സിലാക്കി വെക്കണം. മോക്ക് ടെസ്റ്റുകളും കറക്റ്റ് ആയിട്ട് ചെയ്യാം. അണ്ടർലൈൻ ചെയ്തിട്ടതൊക്കെ നിങ്ങളൊന്ന് വായിച്ച് പ്രത്യേകം ഒന്ന് വായിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.